നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ബിജു രാധാകൃഷ്ണൻ എന്ന പേര് മലയാളികൾ അത്ര വേഗം മറക്കാനിടയില്ല. കേരളത്തിൽ രാഷ്ട്രീയ കൊടുങ്കാറ്റുയർത്തിയ സോളാർ തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി. ഈ ബിജു രാധാകൃഷ്ണനെ കുറിച്ച് കഴിഞ്ഞ കുറച്ച് നാളുകളായി യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. ഇയാൾ എന്തു ചെയ്യുന്നുവെന്നോ എങ്ങനെ ജീവിക്കുന്നുവെന്നോ യാതൊരു അറിവുമില്ലായിരുന്നു. അതിനിടെയാണ് ഞങ്ങളുടെ പ്രതിനിധി, ന്യൂസ് 18 പ്രതിനിധി MS അനീഷ് കുമാർ ഒരു അന്വേഷണം നടത്തിയത്. ഈ ബിജു രാധാകൃഷ്ണനെ തേടി കേരളത്തിൻ്റെ പലയിടങ്ങളിലും അന്വേഷിച്ചു. പക്ഷെ അങ്ങനെ ഒരു പേരിൽ ഒരാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പകരം ബിജു വർഗീസ്, ബിജു ജോർജ്, ബിജു പൗലോസ്, അങ്ങനെ പല പേരുകളിലും പുതിയ തട്ടിപ്പുമായി ബിജു രാധാകൃഷ്ണൻ കേരളത്തിലെ പലയിടങ്ങളിലും കറങ്ങി നടക്കുന്നുണ്ട്. MS അനീഷ് കുമാറിൻ്റെ അന്വേഷണം എത്തിയത് കൊച്ചിയിലെ ബിജു രാധാകൃഷ്ണൻ്റെ തട്ടിപ്പ് സാമ്രാജ്യത്തിലേക്കാണ്. പുതിയ തട്ടിപ്പ് ഇങ്ങനെയാണ്: സന്നദ്ധ സംഘടനകൾക്ക് സാമൂഹ്യ പ്രതിബദ്ധതാ ഫണ്ട് വാങ്ങി നൽകാമെന്ന് വാഗ്ദാനം നൽകിയുള്ള തട്ടിപ്പ്. ബിജു വർഗീസ് എന്ന പേരിലാണ് പുതിയ തട്ടിപ്പ് നടക്കുന്നത്. എങ്ങനെയാണ് അയാളുടെ തട്ടിപ്പ് രീതി, അയാളുടെ സാമ്രാജ്യം, ഈ തട്ടിപ്പ് സാമ്രാജ്യം എവിടെയൊക്കെയാണ്, ആരൊക്കെയാണ് പുതിയ കൂട്ടാളികൾ? ന്യൂസ് 18 അന്വേഷണം. UK നിന്നും മടങ്ങിയെത്തിയ ഉന്നതൻ, സഹോദരി ബാങ്ക് മാനേജർ, സഹോദരി ഭർത്താവ് ആദായനികുതി വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥൻ. ഈ വിലാസങ്ങൾക്ക് പിന്നിൽ മറഞ്ഞിരുന്ന കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രതിയെ ആരും തിരിച്ചറിഞ്ഞില്ല. സന്നദ്ധ സംഘടനകൾക്ക് CSR ഫണ്ട് നൽകാനെന്ന പേരിൽ കേരളത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പുകാരിൽ ഒരാളായ ബിജു രാധാകൃഷ്ണൻ നടത്തിയ തട്ടിപ്പിന്റെ ഞെട്ടിക്കുന്ന കഥകളാണ് ഞങ്ങൾ പുറത്തുവിടുന്നത്. കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പായ സോളാർ കേസിലെ മുഖ്യപ്രതി എവിടെന്ന അന്വേഷണമാണ് ഞങ്ങളെ കൊച്ചി കാക്കനാടുള്ള മെറിഡിയൻ എന്ന സ്ഥാപനത്തിലെത്തിച്ചത്. സന്നദ്ധ സ്ഥാപനങ്ങൾക്ക് വൻകിട കോർപ്പറേറ്റുകളിൽ നിന്നും സാമൂഹ്യ പ്രതിബദ്ധത ഫണ്ടെന്ന CSR തരപ്പെടുത്തി നൽകാമെന്ന പേരിൽ കോടികൾ തട്ടിയെടുക്കലാണ് ബിജുവിന്റെ പുതിയ ബിസിനസ്. വെറുമൊരു തട്ടിപ്പല്ല ബിജു രാധാകൃഷ്ണൻ നടത്തിയത്. രോഗികളുടെയും ആലംബഹീനരുടെയും കണ്ണീരൊപ്പുന്ന സന്നദ്ധ സംഘടനകളുടെ വിശ്വാസ്യതയാണ് മുതലെടുത്തത്. ബിജുവിന്റെ മോഹനസുന്ദര വാഗ്ദാനങ്ങളിൽ പലരും വീണുപോയി എന്നതാണ് വാസ്തവം. സോളാർ തട്ടിപ്പ് കാലത്തെ ഡോക്ടർ RB നായർ എന്ന പേരും യഥാർത്ഥ പേരായ ബിജു രാധാകൃഷ്ണനും മാറ്റി ബിജു ജോർജ്, ബിജു വർഗീസ്, ബിജു പൗലോസ് എന്നീ പേരുകളിലാണ് ബിജു ഇരകളെ വീഴ്ത്തുന്നത്. പേരിലെ മാറ്റം ഓഫീസിലുമുണ്ട്. ഓഫീസിൽ നിറഞ്ഞു നിൽക്കുന്നത് ക്രൈസ്തവ വിശ്വാസത്തിന്റെ ചിഹ്നങ്ങളുമാണ്. ഭാര്യയെ കൊന്ന കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചിരുന്ന ബിജുവിനായി സുപ്രീം കോടതിയിൽ വാദിച്ച് കുറ്റവിമുക്തനാക്കിയ കൊച്ചിയിലെ വനിതാ അഭിഭാഷകയുടെ പേരിലുള്ള ആഡംബരക്കാരാണ് ബിജു ഉപയോഗിക്കുന്നത്. തിരുവനന്തപുരത്തെ ഒരു സന്നദ്ധ സംഘടനയ്ക്ക് 1000 കോടിയോളം ചെലവ് വരുന്ന ജൈവകൃഷി പദ്ധതിയുമായി ബന്ധപ്പെട്ട CSR ഫണ്ടിനായാണ് ഞങ്ങൾ ട്രസ്റ്റ് ഭാരവാഹിയോടൊപ്പം ബിജുവിന്റെ ഓഫീസിലെത്തിയത്. ഏപ്രിൽ മാസത്തിനുള്ളിൽ 1500 കോടി രൂപ തരപ്പെടുത്തി നൽകാമെന്ന് ബിജുവിന്റെ ഉറപ്പ്. ലഭിക്കുന്ന പണത്തിന്റെ 60% തുക മാത്രം പദ്ധതിക്കായി ചെലവഴിച്ചാൽ മതിയാകും. ബാക്കി ട്രസ്റ്റിനും ഒരു വിഹിതം തനിക്കും. അന്നേരം ഞാൻ പറയുന്നത്, നിങ്ങൾ 1 കോടി രൂപ കിട്ടുന്നോ, 10 ലക്ഷം രൂപ നിങ്ങൾ മാറ്റിക്കോ, അല്ലെങ്കിൽ 15 ലക്ഷം രൂപ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി മാറ്റിക്കോ, ബാക്കിയുള്ളത് ചെലവഴിച്ചാൽ മതി. നിങ്ങൾ ഒരു 60% ചെലവഴിച്ചാൽ മതി, ബാക്കിയുള്ളത് നിങ്ങൾ മാറ്റിക്കോ, ഞാൻ നോക്കിക്കോളാം. അതിനുള്ള ധൈര്യം എനിക്കുണ്ട്. പക്ഷെ അറിയാതെ പിന്നെ 60% കൂടെ മാറ്റരുത്. അത് മാത്രമേ പറയുള്ളൂ. നിങ്ങൾ ബാക്കിയുള്ള മാറ്റിക്കോ, മാറ്റിയിട്ട് നിങ്ങൾ ഭംഗിയായിട്ട് വർക്ക് ചെയ്യും. അമൃതാനന്ദമയി മഠം അടുത്തിടെ ഉത്തർപ്രദേശിലെ ഫരീദാബാദിൽ ആരംഭിച്ച ആശുപത്രിക്ക് പണം ലഭ്യമാക്കിയത് താനാണ്. കേരളത്തിനകത്തും രാജ്യത്തെ വിവിധയിടങ്ങളിലുമായി 10ലധികം മെഡിക്കൽ കോളേജുകൾ തന്റെ ഫണ്ടിൽ സ്ഥാപിച്ചിട്ടുണ്ട്. കാരണം മെഡിക്കൽ കോളേജ് ആണെങ്കിൽ 1500 കോടി രൂപ ക്ലെയിം ചെയ്യാം, അല്ലെങ്കിൽ 1000 കോടി രൂപ ക്ലെയിം ചെയ്യാം. ഒരു ഹൗസിംഗ് ഡെവലപ്മെന്റ് പ്രോജക്റ്റിന് നമുക്ക് 1000 കോടി രൂപ കൊടുക്കാൻ പറ്റും. അന്നേരം അതിൽ നമുക്ക് കുറയും. കാരണം നമുക്കതിൽ ബ്രേക്കപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു 40%, 30% ആണെങ്കിൽ മെഡിക്കൽ കോളേജിൽ 50% ബ്രേക്കപ്പ് ചെയ്യാം. അന്നേരം 1500 കോടി രൂപയാണ് ഒരു പ്രൊജക്ട് കോസ്റ്റ്. സാധാരണ അമൃത ഫരീദാബാദ് ഞാൻ ചെയ്തു തീർത്തപ്പോൾ ടോട്ടൽ പ്രൊജക്ട് കോസ്റ്റ് മാത്രം 4700 കോടി രൂപ വന്നു. പുതിയ അമൃതയുടെ എന്റെ പ്രൊജക്ട് ആണല്ലേ. 2800 ബെഡാണ് പ്രോജക്റ്റ്. കർണാടകത്തിൽ നിരവധി ഗ്രാമങ്ങളെയാണ് താൻ ദത്തെടുത്ത് വികസന പാതയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. 3000 പശുക്കളെ വളർത്തുന്ന ഗോശാല നടത്തുന്നു.
ലിറ്റർ ഒന്നിന് 1500 രൂപ നിരക്കിൽ ഗോമൂത്രം വിദേശത്തേക്ക് കയറ്റി അയക്കുന്നു. ഒരു വില്ലേജ് അഡോപ്റ്റ് ചെയ്തിട്ട് വന്നതേ ഉള്ളൂ. മാഗഡി എന്ന് പറഞ്ഞൊരു വില്ലേജ്, കർണാടക മൊത്തം അഡോപ്റ്റ് ചെയ്ത് ഞങ്ങൾ 200 വീടാണ് സാങ്ഷൻ ചെയ്ത് ഫണ്ട് കൊടുത്തു. ഫണ്ട് ട്രാൻസ്ഫർ ആയി, വർക്ക് സ്റ്റാർട്ടായി. അന്നേരം അത് ഒന്ന് വെരിഫൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ബന്ദിപ്പൂർ, അതും ട്രൈബൽ വില്ലേജാണ്, അത് ഞങ്ങൾ ഏറ്റെടുത്തു. അതിൽ മേൽക്കാമനഹള്ളി എന്ന് പറഞ്ഞൊരു വില്ലേജ് കംപ്ലീറ്റ് ഏറ്റെടുത്തു. ആദിവാസി മേഖലയിലെ സംസ്ഥാന സർക്കാർ പദ്ധതികൾക്ക് ഫണ്ട് ചെയ്യുന്നതും തന്റെ സ്ഥാപനമാണ്. ആദിവാസി മേഖലയിൽ നിന്നും IAS നേടിയ ശ്രീധന്യടക്കം നിരവധി പേർക്ക് ജോലി നേടാൻ സഹായിച്ചു. ഈ ഗ്രൂപ്പിൽപ്പെട്ടാണ് ശ്രീധന്യ സുരേഷ് ഒക്കെ IAS ഞങ്ങളുടെ സ്റ്റുഡൻസാണ്, ഗോത്രകിരണത്തിന്റെ സ്റ്റുഡൻസാണ്. ശ്രീധന്യ സുരേഷ് IAS ഇവരൊക്കെ ഞങ്ങളുടെ പഠനം ഞങ്ങളുടെ പൈസ കൊണ്ട് പഠിച്ചു വന്ന ആൾക്കാരാണ്. അത് പറയുമ്പോൾ ഒരു അഭിമാനമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വാർത്തയായി മാറിയതല്ലേ. ഭയങ്കര വാർത്തയാണ്. ഇതൊക്കെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിന്നാണ്. കേരള ഗവൺമെന്റ് പദ്ധതിയായിരുന്നു ഗോത്രകിരണം. പക്ഷെ ഗവൺമെന്റിന് ഫണ്ടില്ല. അത് നടപ്പാക്കാൻ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനെയും വിമുക്തി അവതരിപ്പിച്ചു, സോഷ്യൽ. പക്ഷേ ഇവരെ ഫണ്ട് കൊടുക്കാനായിട്ട് ആളില്ല. അങ്ങനെ വന്നപ്പോഴാണ് ഞങ്ങൾ NHF ആണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും. കേന്ദ്ര സർക്കാരും BJP നേതാക്കളുമായും അടുത്ത ബന്ധമാണെന്ന് ഇയാൾ അവകാശപ്പെടുന്നു. സംസ്ഥാന സർക്കാരിനെ കുറിച്ച് മതിപ്പില്ല. BJPയുമായിട്ട് ഏറ്റവും കൂടുതൽ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. യോഗി ആദിത്യനാഥിന്റെ എല്ലാ പ്രോജക്റ്റും ചെയ്യുന്ന നമ്മളാണ്. ഉത്തർപ്രദേശിലെ എല്ലാ പ്രോജക്റ്റും നമ്മളാണ്. ട്രൈബൽ സെഗ്മെന്റ് കംപ്ലീറ്റ് നമ്മളാണ് ചെയ്യുന്നത്. കേന്ദ്ര ഗവൺമെന്റുമായിട്ടാണ് ഞങ്ങൾക്ക് കൂടുതൽ ബന്ധം. കേരള ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. അങ്ങോട്ട് കൊടുക്കണം, അങ്ങോട്ടേക്ക് കൊടുക്കണം എന്നല്ലാതെ ഇങ്ങോട്ടേക്കൊന്നുമില്ല. മറ്റേതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിന് ലാഭമുണ്ട്. ഒരു മെഡിക്കൽ കോളേജിന്റെ പ്രൊജക്ട് ചെയ്യണമെങ്കിൽ 1500 കോടി രൂപ മിനിമം വേണം തുടങ്ങണമെങ്കിൽ. അതായത് ഒരു ബെഡിന് 3 കോടി രൂപ എന്നുള്ളതാണ് കാൽക്കുലേഷൻ വരിക. അതായത് ഒരു മെഡിക്കൽ കോളേജ് വേണമെന്നുണ്ടെങ്കിൽ 500 ബെഡ് മിനിമം ഉള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വേണം. 25 ഏക്കർ സ്ഥലം വേണം. അന്നേരം ഈ ഒരു ഫിഗറിൽ 1500 കോടി രൂപ വേണമെങ്കിൽ നമ്മൾ ഫോറിനിൽ നിന്ന് വെളിയിൽ നിന്ന് കൊണ്ടുവരുന്ന ഫണ്ട് 3000 കോടി രൂപയാണ്. അതിൽ 1500 കോടി രൂപ ഭരിക്കുന്ന കക്ഷിക്ക് പോകും, ഞങ്ങൾക്ക് കിട്ടും. അങ്ങനെയാണ്. ബാക്കിയുള്ള 1500 കോടി രൂപ മെഡിക്കൽ കോളേജ് ചെയ്യും. ലാഭമില്ലാതെ ആരെങ്കിലും ബിസിനസ് എന്ന് പറയേണ്ട കാര്യമില്ല. കൊല്ലം സ്വദേശിയായ ബിജു ആലപ്പുഴക്കാരനെന്നാണ് സ്വയം പരിചയപ്പെടുത്തുന്നത്. സോളാർ കേസിലും ഭാര്യയെ കൊന്ന കുറ്റത്തിനുമായി വർഷങ്ങളോളം ജയിലിലായിരുന്ന കുറ്റവാളി അവകാശപ്പെടുന്നത് താൻ 15 വർഷത്തെ UK ജീവിതം അവസാനിപ്പിച്ച് അടുത്തിടെയാണ് കേരളത്തിലേക്ക് മടങ്ങിയതെന്നാണ്. സഹോദരി ആലപ്പുഴ മുല്ലയ്ക്കൽ SBയിലെ മാനേജരും സഹോദരി ഭർത്താവ് ആദായ നികുതി വകുപ്പിൽ ഉന്നത ഉദ്യോഗസ്ഥനുമാണ്. ഇപ്പം ഞാൻ UK-യിൽ 15 വർഷം ഞാൻ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത്. അന്നേരം ഇന്റർനാഷണൽ മാർക്കറ്റിൽ കിടന്ന് കളിച്ചത് കൊണ്ട് ഞാൻ ഈ NHF-ൽ തന്നെ UK-യിൽ CEO ആയിരുന്നു, മാഞ്ചസ്റ്റർ CEO ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇതിപ്പോ സൗത്ത് CEO ആണ് ഞാൻ. ഇതിന്റെ 4 സ്റ്റേറ്റിന്റെ ചാർജുണ്ട്: കർണാടക, ആന്ധ്ര, തമിഴ്നാട്, കേരളം. 4 ഞാൻ ഡീൽ ചെയ്യുന്നത്. എന്റെ പേരുകളും ആലപ്പുഴയാണ്. കാരണം ചേച്ചിയൊക്കെ ആലപ്പുഴ, എന്റെ പെങ്ങളൊക്കെ ആലപ്പുഴ, മുല്ലയ്ക്കല്ല. ഇപ്പൊ അളിയന്റെ കാര്യമാണെങ്കിൽ എഫൊക്കെ കറങ്ങിയാലും പുള്ളി കമ്മീഷണറാണ്, ഇൻകം ടാക്സിന്റെ കമ്മീഷണറാണ്. ഇപ്പൊ ആലപ്പുഴ, ഇപ്പൊ കൊച്ചിയിലേക്ക് വരിക കമ്മീഷണറാണ്. CIT ആണ്, കമ്മീഷണർ ഇൻകം ടാക്സ് ആണ്. പേര് ശ്രീകുമാർ. എന്റെ ബ്രദറിലോ വന്നിട്ട് അങ്ങനെ ആലപ്പുഴ ഉണ്ടായി. പിന്നെ എന്റെ സിസ്റ്റർ അവിടെ SBIയിലായിരുന്നു, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരുന്നു. അവിടെ മുല്ലയ്ക്കൽ ബ്രാഞ്ചിൽ തന്നെയായിരുന്നു. ഇപ്പൊ സീനിയർ മാനേജറാണ്. അന്നേരം ഈ ആലപ്പുഴ എന്ന് പറയുന്നത് നമ്മളുമായിട്ട് വളരെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്. കേരളത്തിന് പുറമെ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നായി നിരവധി സംഘടനകളാണ് സ്ഥാപനത്തിലെത്തുന്നത്. പ്രോജക്റ്റ് തയ്യാറാക്കൽ എന്ന പേരിൽ 2.5 ലക്ഷം രൂപ ആദ്യം കൈവശപ്പെടുത്തും. ലഭിക്കാൻ പോകുന്ന CSR ഫണ്ടിന്റെ കമ്മീഷൻ എന്ന പേരിൽ പലപ്പോഴായി ലക്ഷങ്ങൾ സ്വന്തമാക്കിയാണ് ഇയാളുടെ പ്രവർത്തന രീതി. കർണാടകയിലെ മാഗഡി വില്ലേജും മറ്റേ സുമംഗലി സേവാശ്രമം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ 1975-ൽ സ്ഥാപിതമായ NGO ആണ്. അവർക്ക് സ്കൂളും കോളേജും മെഡിക്കൽ സെന്ററും എല്ലാം ഉണ്ട്. അത് ഞങ്ങളുടെ അണ്ടറില്ല. കുറെ കാലം കൊണ്ട് ഞങ്ങളാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്. കർണാടകയിലെ ഏറ്റവും വലിയ NGOസിൽ ഒന്നാണ് സുമംഗലി സേവാശ്രമം. അമ്മ തന്നെ മാതാജി എന്ന് ഒരു മാതാജി, KG സുശീലാമ്മ എന്ന് പറഞ്ഞ മാതാജിയാണ് അതിന്റെ ട്രസ്റ്റി. ദീമാപൂർ നമ്മളിപ്പോൾ പുതിയ പ്രൊജക്ട് അതിന്റെ ആളെ വിളിച്ചു, ഒരു മിനിസ്റ്റർക്ക് വേണ്ടിയാണ്. അവിടുത്തെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററും ഹെൽത്ത് മിനിസ്റ്റർക്ക് വേണ്ടിയുള്ള ഒരു പ്രൊജക്റ്റാണ്. ഇപ്പൊ തന്നെ ഫെബ്രുവരി 3-ന് അവസാനിക്കുന്ന ഒരു
ഫണ്ടിങ് സ്കീമുണ്ട്. നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഞങ്ങൾ ത്രൂവിൽ തന്നെ ചെയ്യാം. ജർമ്മൻ എംബസിയുമായിട്ട് ഞങ്ങൾ സഹകരിച്ച് ഒരു DAP പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. സ്മോൾ ഫണ്ട്സ് അല്ലേ? അത്ര, അതായത് മാസം 5 ലക്ഷം വെച്ച് കൊടുത്തോണ്ടിരിക്കും 2 വർഷത്തേക്ക്. നേരത്തെ ഒരു ജർമ്മൻ എംബസിയൊക്കെ 2 lakhs മാത്രം കൊടുക്കുന്നുള്ളൂ. 5 lakhs വെച്ച് ഓരോ മാസം കൊടുക്കും. അത് DAP ആണ്. ഞങ്ങൾക്ക് കുറേ വർഷം മുന്നേ നെതർലൻഡ് എംബസിയിൽ ഒരു ചെറിയ ഫണ്ട് കിട്ടിയിട്ടുണ്ട്. ആണോ? അല്ല, അത് കുറച്ച് കുഴപ്പമില്ലായിരുന്നു. ഒരിക്കലും 8 ലക്ഷം കിട്ടി, പിന്നെ 13 ലക്ഷം രൂപ കിട്ടി. ആണോ? ബെനിഫിറ്റിയിൽ നിങ്ങളുണ്ടോ? ഇല്ല, ഇല്ല. ബെനിഫിറ്റിയിലൊക്കെ നമുക്ക് ഇവരെ ഇൻക്ലൂഡ് ചെയ്യാം. ബെനിഫിറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് മാസം ആഴ്ച ഫണ്ട് കയറും. 2 ലക്ഷം 3 ലക്ഷം വെച്ച് കയറിക്കൊണ്ടേയിരിക്കും. അതൊക്കെ ഞങ്ങളുടെ ഓർഗനൈസേഷനാണ് ബെനിഫിറ്റ്. തൃശൂർ ജില്ലയിലെ പ്രശസ്തരായ ഒരു വൈദികന് 1 കോടി രൂപയോളം നഷ്ടപ്പെട്ടതായാണ് വിവരം. വൃക്ക രോഗികൾക്കായുള്ള വൻകിട ഡയാലിസിസ് സെന്റർ നിർമ്മാണത്തിനായി ഫണ്ട് അനുവദിക്കാമെന്ന വ്യാജേനയായിരുന്നു തട്ടിപ്പ്. വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ട സന്നദ്ധ സംഘടനകൾക്ക് ഇത്തരത്തിൽ 10 ലക്ഷം മുതൽ 1 കോടി രൂപ വരെയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പദ്ധതിക്കായി സമീപിച്ചാൽ പല തവണകളിലായി കറൻസി നോട്ടുകളായാണ് പണം കൈപ്പറ്റുന്നത്. പണം വാങ്ങിയതിന് രസീതോ രേഖയോ നൽകാറുമില്ല. രേഖകളില്ലാതെ പണം കൈമാറിയതിനാൽ രേഖാമൂലം പരാതി നൽകാനാവാത്ത അവസ്ഥയിലാണ് ബിജുവുമായി ഇടപാട് നടത്തിയ സംഘടനകൾ. കോടികൾ CSR ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ കള്ളപ്പണം വെളുപ്പിക്കാൻ പണം നൽകിയവരും തട്ടിപ്പിനിരയായവരിൽ ഉണ്ട്. തട്ടിപ്പ് പുറത്തറിഞ്ഞാൽ സംഘടനയുടെ മുഖം നഷ്ടമാവുകയും ലഭിച്ചുവരുന്ന സഹായങ്ങൾ നിലയ്ക്കുമെന്ന ഭയത്താൽ തട്ടിപ്പിനിരയായത് പുറത്തു പറയാൻ മടിക്കുന്നവരും പണം നഷ്ടമായവരിൽ ഉണ്ട്. തട്ടിപ്പിനിരയായവർ നിയമത്തിന് മുന്നിൽ വരാൻ ഭയക്കുകയാണ്. നൽകിയ പണത്തിന് രേഖകളില്ല. പരാതി പുറത്തു നൽകിയാൽ കള്ളപ്പണം വെളുപ്പിച്ചെന്ന പേരുദോഷം വേറെ. ഈ നിശബ്ദതയാണ് ഇത്തരം തട്ടിപ്പുകാർക്ക് വളമാകുന്നത്. ഇനി നടപടിയെടുക്കേണ്ടത് സർക്കാരാണ്. കൊച്ചിയിൽ നിന്നും MS അനീഷ് കുമാർ, ന്യൂസ് 18. ഞെട്ടിപ്പിക്കുന്ന കഥകളാണ്, തട്ടിപ്പ് കഥകളാണ് പുറത്തു വരുന്നത്. MS അനീഷ് കുമാറിന്റെ അന്വേഷണത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഒരു സർക്കാരിനെ, ഉമ്മൻചാണ്ടി സർക്കാരിനെ തന്നെ പിടിച്ചുകുലുക്കിയ സോളാർ തട്ടിപ്പ് കേസ്. ആ കേസിലെ മുഖ്യപ്രതി ബിജു രാധാകൃഷ്ണൻ വീണ്ടും തട്ടിപ്പുമായി രംഗത്തിറങ്ങുന്നു. മലയാളികൾ എത്ര വിദഗ്ധമായി അല്ലെങ്കിൽ തട്ടിപ്പിന് ഇരയാക്കാൻ എന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട തെളിവ് കൂടിയാണ് ബിജു രാധാകൃഷ്ണൻ്റെ പുതിയ തട്ടിപ്പ് രീതികൾ. ഈ സോളാർ തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി ബിജു രാധാകൃഷ്ണൻ പുതിയ തട്ടിപ്പുമായി രംഗത്ത് വന്ന വാർത്ത ന്യൂസ് 18 പുറത്തുവിട്ടതിന് പിന്നാലെ ഇയാളുടെ ഓഫീസ്, കാക്കനാട്ടെ ഓഫീസ് പൂട്ടി. കാക്കനാട്ടെ മെറിഡിയൻ പ്രൊജക്ട് പ്രൊഫഷൻസ് എന്ന സ്ഥാപനമാണ് പൂട്ടി ജീവനക്കാരടക്കം മുങ്ങിയത്. അതിനിടെ ഈ ന്യൂസ് 18 വാർത്തയ്ക്ക് പിന്നാലെ സ്പെഷ്യൽ ബ്രാഞ്ചും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. MS അനീഷ് കുമാർ ചേരുന്നു വിവരങ്ങളുമായി. അനീഷ്, ഏറെ ഞെട്ടലുളവാക്കുന്ന കഥകളാണ് അനീഷിൻ്റെ അന്വേഷണത്തിൽ പുറത്തു വന്നത്. നമ്മുടെ നാട്ടിൽ ഇവിടെ പോലീസും സ്പെഷ്യൽ ബ്രാഞ്ചും മറ്റ് അന്വേഷണ ഏജൻസികളും ഒക്കെ ഉണ്ട്. ഒരു തട്ടിപ്പ് കേസിലെ പ്രതി ഈ രീതിയിൽ തട്ടിപ്പുമായി വർഷങ്ങളോളം മുന്നോട്ട് പോകുന്നത് നമ്മുടെ അന്വേഷണ ഏജൻസികളൊന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും ഞെട്ടലുളവാക്കുന്ന കാര്യം. എങ്ങനെയാണ് അനീഷിന് ഈ ബിജു രാധാകൃഷ്ണൻ്റെ തട്ടിപ്പിലേക്ക് എത്താൻ കഴിഞ്ഞത്? എങ്ങനെയായിരുന്നു ഇയാളുടെ തട്ടിപ്പ് രീതികൾ? കൂടുതൽ ആളുകൾ ഇരകളായിട്ടുണ്ടോ? ഏതൊക്കെ മേഖലകൾ കേന്ദ്രീകരിച്ചായിരുന്നു തട്ടിപ്പ്? ടോം, ആട്, തേക്ക്, മാഞ്ചിയം, ടോട്ടൽ ഫോർ യു, സോളാർ തട്ടിപ്പ് എന്നിങ്ങനെ തട്ടിപ്പിനാൽ സമൃദ്ധമാണ് നമ്മുടെ നാട്. പക്ഷേ ഓരോ തട്ടിപ്പ് കഴിയുമ്പോഴും അതിൽ നിന്നും പാഠം ഉൾക്കൊള്ളാതെ വീണ്ടും പുതിയ തട്ടിപ്പുകളിലേക്ക് വഴുതി വീഴുന്ന ഒരു പ്രവണതയാണ്. നമുക്കറിയാം, വലിയ വിദ്യാസമ്പന്നരെന്ന് നമ്മൾ അവകാശപ്പെടുന്ന ഒരു ജനതയാണ്. പക്ഷേ പലപ്പോഴും ആ തട്ടിപ്പിലേക്ക് വഴുതി വീഴാൻ ഈ മുൻകാല പരിചയങ്ങളൊന്നും മലയാളികളെ സഹായിക്കുന്നില്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, ഒരു കാലത്ത് കേരളം ഏറ്റവും സജീവമായി ചർച്ച ചെയ്ത വിഷയമാണ് സോളാർ തട്ടിപ്പ് കേസ്. ഈ സോളാർ പാനലുകൾ സ്ഥാപിക്കാമെന്ന്
ചൂണ്ടിക്കാട്ടി സരിത എസ് നായരും ബിജു രാധാകൃഷ്ണനും ചേർന്ന് ഒരുപാട് ആളുകളുടെ കയ്യിൽ നിന്നും പണം വാങ്ങുകയും പിന്നീട് അവർക്ക് ഈ സോളാർ പാനലുകൾ സ്ഥാപിച്ച് നൽകാതിരിക്കുകയും ചെയ്തു. ഒപ്പം ഈ സോളാറിൻ്റെ ഏജൻസി നൽകാമെന്ന് ചൂണ്ടിക്കാട്ടിയും ഒരുപാട് പേരിൽ നിന്നും പണം വാങ്ങിയിരുന്നു. സർക്കാർ ഇക്കാര്യത്തിൽ ഒരു നയപരമായ തീരുമാനം എടുത്തിരിക്കുകയാണ്. സർക്കാരിൻ്റെ നോഡൽ ഏജൻസിയായി ടീം സോളാർ മാറി എന്നൊക്കെയായിരുന്നു ഇവരുടെ അവകാശവാദം. ടെനി ജോപ്പനും ജിക്കുവും അടക്കമുള്ള മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ജീവനക്കാരടക്കം സരിത എസ് നായരോടൊപ്പം ചേരുകയും ബിജു രാധാകൃഷ്ണനെ സഹായിക്കുകയും ചെയ്യുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. അത് കേവലം സാമ്പത്തിക തട്ടിപ്പിനപ്പുറം ഈ രാഷ്ട്രീയമായ ആരോപണങ്ങൾ ഉയർന്നു വന്ന ലൈംഗിക വിവാദങ്ങൾ അടക്കം ഉയർന്നു വന്ന ഒരു കേസായി അത് മാറിയിരുന്നു. ഇത്തരമൊരു കേസ് അവസാനിക്കുന്നു. പിന്നീട് ബിജു രാധാകൃഷ്ണൻ ഭാര്യ രശ്മിയെ കൊന്ന കേസിന് അത് രശ്മി ബിജുവിൻ്റെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നു. അതേ തുടർന്നുള്ള അന്വേഷണത്തിനൊടുവിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിക്കുന്നു, ജയിലിൽ കഴിയുന്നു. അതിനിടയിലാണ് സോളാറുമായി ബന്ധപ്പെട്ട കേസുകളും വരുന്നു. ആ കുറ്റത്തിലും ചില തടവ് ശിക്ഷയൊക്കെ ലഭിക്കുന്നു. ഇതിനുശേഷമാണ് പിന്നീട് ബിജു രാധാകൃഷ്ണനെ സുപ്രീം കോടതിയിൽ നിന്നും കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള ഉത്തരവിറങ്ങുന്നത്. അതിന് ഒരു ചുക്കാൻ പിടിച്ചത് അല്ലെങ്കിൽ ആ കേസ് വാദിച്ചതൊരു വനിതാ അഭിഭാഷകയായിരുന്നു എന്ന് നമുക്ക് അറിയാമായിരുന്നു. അതിനുശേഷം ബിജു രാധാകൃഷ്ണൻ സമൂഹത്തിലേക്ക് ഇറങ്ങിയെങ്കിലും പിന്നീട് ബിജുവിനെക്കുറിച്ചുള്ള യാതൊരു വിവരങ്ങളും പുറത്ത് ഇല്ലാതെ, അതായത് പബ്ലിക് ഡൊമൈനിൽ നിന്നും പൂർണ്ണമായി മാറി നിൽക്കുന്ന ഒരു ജീവിതത്തിലേക്ക് ബിജു രാധാകൃഷ്ണൻ പോവുകയും ചെയ്തിരുന്നു. മറുവശത്ത് സരിത എസ് നായരാവട്ടെ പലപ്പോഴും ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അല്ലെങ്കിൽ കോടതി വിധികളുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലൊക്കെ അവർ പുറത്ത് ഉണ്ടായിരുന്നു. ഒപ്പം അവരുടെ ആരോഗ്യനില അങ്ങേയറ്റം വഷളാവുകയും ഒരു മരണത്തിനടുത്തേക്ക് എത്തിയെന്ന രീതിയിലൊക്കെ അവർ പലപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പിടുകയും ചെയ്യുന്നതൊക്കെ കാണുകയും അവർക്ക് ചികിത്സാ സഹായമൊക്കെ തേടി ചിലർ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്ത് കണ്ടതാണ്. എന്തായാലും ആ സമയത്താണ് സ്വാഭാവികമായി സരിത ഇത്തരമൊരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ മറുവശത്തുള്ള ബിജു രാധാകൃഷ്ണൻ എവിടെയെന്ന ഒരു ചോദ്യം നമുക്ക് മുന്നിൽ മുഴങ്ങിക്കേൾക്കുകയും ബിജു രാധാകൃഷ്ണനെ തെരഞ്ഞുള്ള ഒരു അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. എന്നാലും ആദ്യഘട്ടത്തിൽ ബിജുവിനെ കുറിച്ചുള്ള കൃത്യമായ ഒരു വിവരങ്ങൾ ഒരിടത്തും ലഭ്യമല്ലാത്ത സാഹചര്യമായിരുന്നു. പിന്നീട് നമ്മൾ നടത്തിയ അന്വേഷണത്തിലാണ് ബിജു രാധാകൃഷ്ണൻ അല്ല ബിജു ജോർജ് എന്ന പേരിലേക്ക് അയാൾ തൻ്റെ പ്രവർത്തനം മാറ്റിയിരിക്കുന്നു. ഒപ്പം ഈ സന്നദ്ധ സംഘടനകൾക്ക് ഫണ്ട് ലഭ്യമാക്കുക എന്ന ഒരു ദൗത്യത്തിലേക്ക് അല്ലെങ്കിൽ അത്തരമൊരു പുതിയ ജോലിയിലേക്ക് അയാൾ കടന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയത്. തുടർന്നാണ് നമ്മൾ ഈ ഒരു ഇടനിലക്കാരൻ എന്ന രീതിയിൽ ബിജുവിൻ്റെ സ്ഥാപനങ്ങളിലേക്ക് എത്തിപ്പെടുന്നത്. ദിവസങ്ങൾ നീണ്ട ഒരു അന്വേഷണമായിരുന്നു. ആദ്യ ദിവസങ്ങളിലൊന്നും ബിജു രാധാകൃഷ്ണൻ്റെ അടുത്തേക്ക് ചെല്ലാനോ അല്ലെങ്കിൽ ബിജുവിൻ്റെ ഏറ്റവും അടുത്ത ആളുകളിലേക്ക് ചെല്ലാനോ നമ്മൾക്ക് കഴിഞ്ഞിരുന്നില്ല. കാരണം കൃത്യമായ നിരീക്ഷണത്തിന് ശേഷം ഈ സന്നദ്ധ സംഘടനകളുമായി ബന്ധപ്പെട്ട രേഖകളുണ്ടോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വശവതരാകാൻ തക്കവണ്ണം സാമ്പത്തിക സ്ഥിതിയുണ്ടോ എന്നൊക്കെ നോക്കിയാണ് ഇത്തരം ട്രസ്റ്റുകളെ അകത്തേക്ക് കയറ്റിവിടുക. ആദ്യ 2-3 ട്രസ്റ്റുകളുമായി നമ്മൾ പോയപ്പോഴൊന്നും അകത്തേക്ക് കടത്തിവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. ഏറ്റവും ഒടുവിലാണ് തിരുവനന്തപുരത്തു നിന്നുള്ള ഒരു ട്രസ്റ്റുമായി പോയപ്പോൾ ആദ്യ ദിനം ബിജുവിനെ കാണാൻ അല്ലെങ്കിൽ സിഇഒയെ കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞ് തിരിച്ചയച്ചാണ്. പക്ഷേ 36 കോടി രൂപയുടെ ഇടപാടുകൾ കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ ഈ ട്രസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇക്കാര്യത്തിൽ വലിയ താല്പര്യം പ്രകടമാക്കുകയും ഞാൻ എത്തിച്ച ആ ട്രസ്റ്റ് ഭാരവാഹിയോട് കൊച്ചിയിൽ തന്നെ തുടരാൻ പറയുകയും പിറ്റേ ദിവസം രാവിലെ ഒരു കൂടിക്കാഴ്ചയ്ക്ക് അവസരം നൽകുകയുമാണ്. അത്തരമൊരു കൂടിക്കാഴ്ചയിലാണ് നമ്മൾ മുമ്പേ കണ്ട രീതിയിലുള്ള പരാമർശങ്ങൾ, അതായത് യോഗി ആദിത്യനാഥുമായി അടുത്ത ബന്ധം, BJP നേതാക്കളുമായി അടുത്ത ബന്ധം, ഒരു 3000 കോടി രൂപയുടെ പ്രോജക്റ്റ് നടപ്പിലാക്കിയാൽ 1500 കോടി രൂപ കേന്ദ്ര സർക്കാരിൻ്റെ ഉന്നതർക്ക് നൽകണം എന്നതടക്കമുള്ള കാര്യങ്ങൾ, സംസ്ഥാന സർക്കാരിന് ഫണ്ട് അപര്യാപ്തതയുള്ളതിനാൽ ഈ ഗോത്രവർഗ്ഗക്കാരുമായി ബന്ധപ്പെട്ട പ്രോജക്റ്റുകൾ നടപ്പിലാക്കുന്നത് താനാണ് എന്ന് പറയുക. അങ്ങനെ കോടികളുടെയും ലക്ഷങ്ങളുടെയും ഇടപാടുകളൊക്കെയാണ് ബിജു രാധാകൃഷ്ണൻ നമ്മളോട് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ബിജുവിൻ്റെ കച്ചേരിപ്പടിയിലുള്ള NHF എന്ന സ്ഥാപനത്തിൻ്റെ ഓഫീസാണ്. നേരത്തെ നമ്മൾ കണ്ടത് കാക്കനാട് റേക്ക ക്ലബിന് അടുത്തുള്ള ഒരു മെറിഡിയൻ എന്ന പേരിലുള്ള ഇതിൻ്റെ തന്നെ മറ്റൊരു ശാഖയാണ്. ഇത്തരത്തിൽ കൊച്ചി നഗരത്തിൽ 4 ഓഫീസുകളാണ് ബിജു രാധാകൃഷ്ണൻ്റെ ഈ സ്ഥാപനത്തിനുള്ളത്. ബിജു ഈ സ്ഥാപനത്തിൻ്റെ CEO എന്നാണ് സ്വയം എല്ലാവരോടും പരിചയപ്പെടുത്തുന്നത്. അത്തരത്തിൽ 2ാമത്തെ ഓഫീസാണിത്. ആദ്യ ഓഫീസ് ഈ വിവരങ്ങൾ അറിഞ്ഞതിന് തൊട്ടു പിന്നാലെ തന്നെ പൂട്ടുകയും ജീവനക്കാരി ലൈറ്റ് പോലും ഓഫ് ആക്കാതെ ഗേറ്റ് പൂട്ടി സ്ഥലം വിടുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് അവിടേക്ക് അവരാരും തിരിച്ച് എത്തിയില്ല. ഒപ്പം സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരടക്കം വിവരങ്ങൾ
വിവരങ്ങൾ ആരായുകയും ആ ഓഫീസിൽ പോയി വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു. പക്ഷേ ഈ ഓഫീസിൽ നമുക്ക് അറിയാൻ കഴിയുന്ന ഏതാനും ജീവനക്കാർ ഇപ്പോൾ ഉണ്ട് എന്നാണ്. നമ്മൾ നേരത്തെ ഈ ജീവനക്കാരോട് ഇതിൻ്റെ ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉത്തരവാദിത്തപ്പെട്ടവർ ആരുമില്ല, അവർ എത്തുമെന്നൊക്കെ പറയുകയും ചെയ്തു. പക്ഷേ ഇതുവരെ ആരും എത്തിയിട്ടില്ല. എന്തായാലും നമ്മൾ അകത്തേക്ക് പോകുന്നില്ല. ഇപ്പം ഈ ഓഫീസ് ഉണ്ട്. വളരെ വൃത്തിയുള്ള, അത്യാവശ്യം താരതമ്യേന ചെലവുള്ള ഒരു ഓഫീസാണ്. കച്ചേരിപ്പടിക്കടുത്ത് പ്രൊവിഡൻസ് റോഡിലാണ് ഈ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. പനമ്പള്ളി നഗറിലും MG റോഡിലും ഓരോ ഓഫീസ് കൂടി ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം ചെന്നൈയിലും ബംഗളൂരുവിലുമടക്കം ഓഫീസുണ്ട്. ഹൈദരാബാദിൽ ഓഫീസിൻ്റെ നിർമ്മാണ നടപടിക്രമങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നു. എന്തായാലും വളരെ വിപുലമായ ഒരു സാമ്രാജ്യമാണ് ബിജു രാധാകൃഷ്ണൻ കെട്ടിപ്പടുത്തിരിക്കുന്നത്. ഓർക്കുക, സോളാർ കേസ് നടന്നപ്പോൾ, അല്ലെങ്കിൽ സോളാർ കേസിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തുമ്പോൾ ഉടുതുണിക്ക് മറുതുണിയില്ല എന്ന ബിജുവിൻ്റെ ഭാഷയിൽ തന്നെ അങ്ങനെ നിന്ന ഒരാളാണ്. ഈ തട്ടിപ്പിൽ കാശ് നഷ്ടപ്പെട്ടവർക്ക് ഒരു തരത്തിലും മടക്കി നൽകാൻ പണം തൻ്റെ പക്കലില്ല എന്ന് പറയുകയും ആ കേസുമായി ബന്ധപ്പെട്ട് നിയമ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ആളാണ്. അയാൾ ഇത്ര ശരവേഗത്തിൽ ഇത്രയധികം ഓഫീസുകൾ തുറക്കുക, ആഡംബര വാഹനങ്ങളിൽ സഞ്ചരിക്കുക, മറ്റ് സ്വത്തുവകകൾ സമ്പാദിക്കുക എന്നിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് ഒരു നേരായ വഴിയിലൂടെ അല്ല എന്ന കാര്യം 100% ഉറപ്പാണ്. അത്തരമൊരു അന്വേഷണത്തിലാണ് നമുക്ക് നേരിട്ട് ഈ സംഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ സാധാരണ ഗതിയിലുള്ള ഈ സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന സന്നദ്ധ സംഘടനാ ഭാരവാഹികൾ ഈ ട്രസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഈ ട്രസ്റ്റുകൾക്ക് ഫണ്ടിങ് നൽകാമെന്ന് പറയുന്ന ഈ NHFL NGO ഹെൽപ്പ് പോലുള്ള ഈ ഇത്തരം സംഘടനകളിലേക്ക് എത്തുമ്പോൾ ആദ്യം തന്നെ 2.5 ലക്ഷം രൂപയാണ് പ്രോജക്റ്റിന് ചിലവാക്കേണ്ട പണം എന്ന രീതിയിൽ ഈടാക്കുന്നത്. അത് പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുക, ജിയോ ടാഗിംഗ് നടപ്പിലാക്കുക, അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞാണ് അത്തരത്തിൽ ആദ്യം പണം ഈടാക്കുന്നത്. ഇത്തരത്തിൽ പ്രാഥമിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുമ്പോൾ പിന്നീട് അന്താരാഷ്ട്ര രംഗങ്ങളിൽ നിന്നും അല്ലെങ്കിൽ അന്താരാഷ്ട്ര കോർപ്പറേറ്റുകളിൽ നിന്നും 1500 കോടി, 2000 കോടി, 3000 കോടി എന്നൊക്കെയുള്ള രീതിയിലുള്ള സഹായം നിങ്ങളുടെ സന്നദ്ധ സംഘടനയ്ക്ക് ലഭിക്കും. പക്ഷേ അതിൻ്റെ ഒരു നിശ്ചിത ശതമാനം കമ്മീഷനായി നേരത്തെ നൽകണമെന്ന് ആവശ്യപ്പെടും. അത്തരത്തിൽ കമ്മീഷനായി പല തവണയായി 10 ലക്ഷം, 50 ലക്ഷം, 1 കോടി രൂപയൊക്കെ കൈപ്പറ്റുന്നു. ഒരു തവണ 2 ലക്ഷം, 3 ലക്ഷം എന്നുള്ള രീതിയിലൊക്കെയാണ് ഈ പണം വാങ്ങുന്നത്. പല ഘട്ടങ്ങളിലായാണ് ഈ പണം വാങ്ങുന്നത്. പണം പൂർണ്ണമായി നൽകി കഴിഞ്ഞാൽ മാത്രമേ ഫണ്ടിങ്ങിന് അനുമതി ഉണ്ടാവൂ, അല്ലെങ്കിൽ ഫണ്ടിങ് ലഭിക്കൂ എന്നാണ് പറയുന്നത്. അയാൾ നമ്മളോട് സംസാരിക്കുമ്പോൾ തന്നെ പറയുന്ന കഥകൾ മുഴുവൻ കോടികളുടെ കഥകളാണ്. 1500 കോടിക്ക് അമൃത ഗ്രൂപ്പിന് ഫരീദാബാദിൽ ആശുപത്രി ഉണ്ടാക്കി നൽകിയത് താനാണ്. യോഗി ആദിത്യനാഥിൻ്റെ ഉത്തർപ്രദേശിലെ പ്രോജക്റ്റുകൾ മുഴുവൻ ചെയ്യുന്നത് താനാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഗോത്രമേഖലയിലെ പ്രോജക്റ്റുകൾ മുഴുവൻ ചെയ്യുന്നത് താനാണ്. താൻ 15 വർഷം മാഞ്ചസ്റ്ററിൽ NHFൻ്റെ CEO ആയി പ്രവർത്തിച്ച ശേഷമാണ് കേരളത്തിലേക്ക് എത്തിയത്. ആലപ്പുഴ സ്വദേശിനിയായ തൻ്റെ സഹോദരി അവിടെ SBIയിലെ മാനേജറാണ്. തൻ്റെ സഹോദരി ഭർത്താവ് ഇൻകം ടാക്സിലെ കമ്മീഷണറാണ്. ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള കഥകളാണ് ബിജു പറയുന്നത്. പേര് തന്നെ മാറ്റി ബിജു ജോർജ് എന്ന പേരിൽ നമുക്കറിയാം. സോളാർ തട്ടിപ്പ് കാലത്ത് ഡോക്ടർ RB നായർ എന്ന പേരിലായിരുന്നു തട്ടിപ്പ് നടത്തിയിരുന്നത്. അന്ന് കൂട്ടാളി സരിത S നായരായിരുന്നു. അതിനിടുണ്ടായ സംഭവവികാസങ്ങളൊക്കെ അറിയാം. അതിന് മുൻപുണ്ടായ സംഭവവികാസങ്ങൾ, ഇപ്പോഴത്തെ ഒരു മന്ത്രിയെ വീട്ടിൽ പോയി തള്ളിയ വിവാദ നായകൻ കൂടിയാണ്. അങ്ങനെ നമുക്കറിയാം, മലയാളികൾക്ക് വളരെ എല്ലാവർക്കും ഈ ബിജു രാധാകൃഷ്ണൻ എന്ന പേരറിയാം, ഇയാളെ കണ്ടാൽ അറിയാം. പക്ഷെ ഇപ്പോൾ ലുക്ക് ആൻഡ് ഫീലൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇയാൾ പുതിയ തട്ടിപ്പുമായി രംഗത്തിറങ്ങിയത് മനസ്സിലാക്കാൻ പോലും, ഒരുപക്ഷെ അത് തിരിച്ചറിയാൻ പോലും കഴിയാത്ത സാഹചര്യമുണ്ട്. ഇപ്പോൾ ഈ ബിജു രാധാകൃഷ്ണൻ്റെ കൂട്ടാളികൾ, ഈ തട്ടിപ്പിൻ്റെ കൂട്ടാളികൾ ആരൊക്കെയാണ്? ഒരു അഭിഭാഷകയുടെ വാഹനമാണ് ഉപയോഗിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റാർക്കൊക്കെ ഈ കേസിൽ, ഈ തട്ടിപ്പിൽ പങ്കുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. തീർച്ചയായും ടോം, ബിജു രാധാകൃഷ്ണനെ പലർക്കും കണ്ടാൽ മനസ്സിലാവുന്നില്ല എന്നത് തന്നെയാണ് പലരും പറയുന്നത്. പ്രത്യേകിച്ചും ഈ ബിജുവിൻ്റെ കാക്കനാട്ടെ സ്ഥാപനത്തിൻ്റെ തൊട്ട് എതിർവശം താമസിക്കുന്നത് അയൽവാസികൾ അടക്കമുള്ളവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഇത് ബിജു രാധാകൃഷ്ണനാണ് എന്നത്. ഒപ്പം ഈ മലപ്പുറത്തെ
കോളേജിൽ ക്ലാസ് എടുക്കാൻ ചെന്നപ്പോൾ അവിടുത്തെ അധ്യാപകർക്ക് പോലും വലിയ അത്ഭുതമാണ്. അവർ ഞെട്ടിപ്പോയി. ബിജു രാധാകൃഷ്ണനാണോ തങ്ങളുടെ കുട്ടികൾക്ക് ഒരു അധ്യാപകൻ എന്ന രീതിയിൽ ക്ലാസ് എടുത്തത് എന്നോർത്തവർ ഞെട്ടിപ്പോയെന്നാണ് അവർ നമ്മളോട് പറഞ്ഞത്. പഴയ ലുക്ക് പൂർണ്ണമായി മാറിയിരിക്കുന്നു. മുടി പറ്റ പോയ മുടിയുടെ സ്ഥാനത്ത് മുടിയുണ്ട്, ഒപ്പം നിറം വലുതായി വെച്ചിട്ടുണ്ട്, ഒപ്പം മറ്റു ഒരു എക്സിക്യൂട്ടീവ് ലുക്കിലേക്ക് വലിയ തോതിൽ മാറിയിട്ടുണ്ട്. സംസാരവും മറ്റുമൊക്കെ ആ രീതിയിലാണ്. നമുക്കറിയാം, ഏറെ വാചാലമായി സംസാരിക്കുന്ന ആളാണ്. സോളാർ കാലത്തും ഇതുപോലെ വാചാലമായി സംസാരിച്ചാണ് ആളുകളെ വീഴ്ത്തുകയും പലർക്കും പണം നഷ്ടമാവുകയും ചെയ്ത് അധികാര സ്ഥാനങ്ങളിലെ സ്വാധീനമടക്കമുള്ള കാര്യങ്ങൾ എല്ലാ കാലത്തും ചൂണ്ടിക്കാട്ടിയാണ് അത്ര വലിയ ഒരു തട്ടിപ്പിലേക്ക് നീങ്ങുകയും ചെയ്തത്. എന്തായാലും കേവലം ഒറ്റയ്ക്കല്ല ഇവിടെ ബിജു രാധാകൃഷ്ണൻ തട്ടിപ്പ് നടത്തുന്നത് എന്നാണ് നമുക്ക് അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഒരു അഭിഭാഷകയുടെ വലിയ സാന്നിധ്യം ഈ തട്ടിപ്പ് കാര്യങ്ങളിൽ ഉണ്ട്. ഒപ്പം വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥരടക്കം ബിജുവിന്റെ സാമ്രാജ്യത്തിലുണ്ട്. നമ്മൾ ഈ ഒരു അപ്പുറം മറ്റേതെങ്കിലും ഉന്നതർക്ക് ഈ തട്ടിപ്പ് പങ്ക് കാണുമോ? മാത്രമല്ല, ഇപ്പോൾ ന്യൂസ് 18 വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം തുടങ്ങിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതേതൊക്കെ ഇയാളുടെ തട്ടിപ്പ്, അതായത് എറണാകുളം ജില്ലയിൽ മാത്രം 4 ഓഫീസുകളുണ്ട്, ബാംഗ്ലൂരിലുണ്ട്, മറ്റെവിടെയൊക്കെ കേന്ദ്രീകരിച്ചാണ് തട്ടിപ്പ് നടക്കുന്നത്? നിലവിൽ ഏതൊക്കെ മേഖലകൾ കേന്ദ്രീകരിച്ചായിരിക്കും സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം നടത്തുക? ടോമോ, വളരെ ഉന്നത സ്വാധീനം ഇക്കാര്യങ്ങളിൽ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അവരുടെ പേര് വിവരങ്ങളിലേക്ക് പോകാൻ കഴിയാത്ത, അല്ലെങ്കിൽ അത്ര ഒരു കൃത്യതയിലേക്ക് എത്തിയിട്ടില്ല. നിലവിൽ ഇവരുടെ ടീമിൽ ഒരു വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ ആലപ്പുഴയിൽ നിന്നുള്ള വേണുഗോപാൽ എന്നാണ് കാര്യങ്ങൾ നോക്കുന്നത്. മറ്റ് ബെർലിൻ എന്ന പേരിലുള്ളൊരു മറ്റൊരു ആൾ കൂടിയുണ്ട്. ഇവർ രണ്ടുപേരാണ് പലപ്പോഴും സമൂഹത്തിലേക്ക് ഇറങ്ങുന്നത്. പക്ഷേ അവരുടെ തന്നെ വാക്കുകളിൽ ഉന്നത തലത്തിലുള്ള പലവിധ സ്വാധീനങ്ങളുണ്ട്. അത്തരം സ്വാധീനങ്ങൾ ഉപയോഗിച്ചാണ് ഫണ്ട് അനുവദിക്കുന്നതും ആളുകളുടെ പ്രോജക്റ്റ് സമർപ്പിക്കുന്നതും അല്ലെങ്കിൽ രജിസ്ട്രേഷൻ പോലെയുള്ള കാര്യങ്ങളിൽ വളരെ പെട്ടെന്ന് അനുമതി നേടി നൽകാൻ കഴിയുന്നതുമൊക്കെ അവർ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഇതിൻ്റെ പിന്നിലൊരു വലിയ സിൻഡിക്കേറ്റ് തന്നെയുണ്ട്. അല്ലെങ്കിൽ ഇത്ര വർഷം ജയിലിൽ കിടന്ന ഇത്രയും വലിയ തട്ടിപ്പുകാരനായ ബിജു രാധാകൃഷ്ണൻ ഈ ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം മറ്റൊരു വിപുലമായ സാമ്രാജ്യം, അതും കൊച്ചി നഗരത്തിൽ എങ്ങനെ കെട്ടിപ്പടുക്കാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നമുക്കറിയാം, പ്രധാനപ്പെട്ട ആളുകൾക്ക് അല്ലെങ്കിൽ ഈ മുഖ്യധാരയിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു സംഭവമാണ് പലപ്പോഴും ഈ സന്നദ്ധ സംഘടനകൾ അല്ലെങ്കിൽ അവരുടെ CSR ഫണ്ടുകൾ എന്നിവയൊക്കെ. കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് അനന്തകൃഷ്ണൻ എന്ന ഒരു CSR തട്ടിപ്പുകാരൻ്റെ വിവരങ്ങൾ പുറത്തു വന്നത്. അയാൾ വലിയ ഒരു സന്നദ്ധ സംഘടനകളെ സഹായിക്കുന്ന ഒരാൾ എന്ന രീതിയിൽ നിലനിന്ന ആളാണ്. അവിടെ പക്ഷേ ഈ സൈക്കിളും സ്കൂട്ടറും ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നൽകാമെന്ന് പറഞ്ഞാണ് സ്ത്രീകളിൽ നിന്നും പണം തട്ടിയെടുത്തത്. പക്ഷേ ഇവിടെ കുറച്ചുകൂടി വിപുലമായ ഒരു സംവിധാനമാണ്. കാരണം കേരളം, തമിഴ്നാട്, കർണാടകം, ആന്ധ്രാപ്രദേശ് എന്നീ 4 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സന്നദ്ധ സംഘടനാ ഭാരവാഹികളാണ് ഇവിടെ എത്തിയിരുന്നത്. അവരൊക്കെ വലിയ തോതിൽ പ്രവർത്തിച്ച് വരുന്നവർ, വലിയ സാമ്പത്തിക അടിത്തറയുള്ളവരൊക്കെയാണ് വന്നിരുന്നത്. അവർ വന്നു അവർക്കൊരു പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കി നൽകുന്നു. പിന്നീട് ഈ 1500-2000 കോടി രൂപ സംഘടനയുടെ അക്കൗണ്ടിലെത്തും. അതിനു മുമ്പ് ഒരു കമ്മീഷൻ പണമായി അല്ലെങ്കിൽ ഈ മേലെ തട്ടിൽ കൊടുക്കേണ്ട ഒരു കമ്മീഷനെ കുറിച്ചൊക്കെ പറയുകയും അത്തരത്തിൽ പണം വാങ്ങിയെടുക്കുകയും ചെയ്യുന്നു. പക്ഷേ പലപ്പോഴും ഈ കബളിക്കപ്പെട്ടു എന്ന് മനസ്സിലായാൽ പോലും ഒരു പക്ഷേ സംഘടനകൾക്ക് ഇത് പുറത്തു പറയാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ. കാരണം അവരുടെ സംഘടനയിൽ വലിയ പ്രശ്നങ്ങളായി തീരും. ഒപ്പം ഈ ഫണ്ട് നൽകുന്ന ആളുകൾ പിന്നീട് ഈ സംഘടനകളെ കരിമ്പട്ടികയിൽപ്പെടുത്തുകയും ഇവർക്കൊന്നും യാതൊരു തരത്തിലുമുള്ള സഹായങ്ങൾ ലഭ്യമല്ലാതെ വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം. അതൊക്കെ പരിഗണിച്ചാണ് ഇയാൾ തടിതപ്പി നിൽക്കുന്നത്. നമുക്ക് അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അങ്കമാലി മേഖലയിലുള്ള 3 പുരോഹിതർക്ക്, ക്രൈസ്തവ പുരോഹിതർക്ക് ഇത്തരത്തിൽ പണം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ്. ഈ പണം നഷ്ടപ്പെട്ട മറ്റൊരാളെ ഈ ലിങ്കുകൾ, യൂട്യൂബിൽ വന്ന ബിജു രാധാകൃഷ്ണൻ്റെ പഴയ ലിങ്കുകൾ അയച്ചു കൊടുത്ത് നോക്കിയപ്പോഴാണ് ഇവർക്ക് ഈ തട്ടിപ്പുകാരനെന്നും ആദ്യമായി മനസ്സിലാക്കിയത്. മറ്റു പലർക്കും ഇത്തരമൊരു സംശയമോ അല്ലെങ്കിൽ ഇത്തരം ബിജു രാധാകൃഷ്ണൻ എന്ന ഒരു തട്ടിപ്പുകാരനാണ് ഈ ബിജു ജോർജ് എന്ന പേരിൽ എത്തിയത് എന്ന് മനസ്സിലാക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നതിനെക്കുറിച്ചുള്ള ഒരു സമഗ്രമായ അന്വേഷണത്തിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങും. പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസിനും നാണക്കേടാണ്. കാരണം ഇത്രമേൽ ക്രിമിനലായ ഒരാൾ കൊച്ചി പോലൊരു മഹാനഗരത്തിൽ തങ്ങുകയും നിർബാധം തൻ്റെ തട്ടിപ്പ് പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നു. 4ഇടത്തായി ഓഫീസ് ഇട്ട് ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന സാഹചര്യം. എന്തായാലും ഇതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള സമഗ്രമായ അന്വേഷണം ഒരുപക്ഷെ ഉണ്ടാവും. പ്രാഥമികമായ പരിശോധനകളാണ്
സ്പെഷ്യൽ ബ്രാഞ്ച് ആരംഭിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഈ പരാതി ഇല്ല എന്നൊക്കെ ഈ ഘട്ടത്തിൽ പറയുമ്പോഴും പരാതിക്കാരടക്കം വരും ദിവസങ്ങളിൽ പുറത്തു വന്ന് ബിജുവിനെതിരെ നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും വലിയ ഒരു തട്ടിപ്പിന് തന്നെയാണ് കൊച്ചിയിൽ ഇപ്പോൾ കൊച്ചി ഇപ്പോൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. അതും കേരളം കണ്ട ഏറ്റവും കൊടിയ ക്രിമിനലുകളിൽ വലിയൊരു തട്ടിപ്പിന്റെ വിവരങ്ങളാണ് ന്യൂസ് 18 പുറത്തുവിടുന്നത്. കോൺഗ്രസ് സർക്കാരിന്, ഉമ്മൻചാണ്ടി സർക്കാരിനെ പിടിച്ചുകുലുക്കിയ സോളാർ തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി ബിജു രാധാകൃഷ്ണൻ പുതിയ തട്ടിപ്പുമായി രംഗത്തിരിക്കുന്നു. ന്യൂസ് 18 വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ കാക്കനാട്ടെ ഓഫീസ് അടച്ചുപൂട്ടിയിട്ടുണ്ട്. സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ. വാർത്തയിലേക്ക് എത്താം. ഇടവേള കഴിഞ്ഞു. സ്പോട്ട് ലൈവ് തുടരുന്നു. ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ. രാഹുലിനെ പാലക്കാട് അടക്കം എത്തിച്ച് തെളിവെടുക്കും. 15 വൈകിട്ട് രാഹുലിന്റെ കസ്റ്റഡി കാലാവധി അവസാനിക്കും. അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നും കേസെടുത്തത് നടപടിക്രമങ്ങൾ പാലിക്കാതെയാണെന്നും രാഹുലിന്റെ അഭിഭാഷകൻ വാദിച്ചു. കോടതിക്ക് പുറത്തടക്കം ഡിവൈഎഫ്ഐ യുവമോർച്ച പ്രവർത്തകർ രാഹുലിനെതിരെ പ്രതിഷേധമുയർത്തി. വിവരങ്ങളുമായി ശരണ്യ സ്നേഹജനും ഡാൻ കുര്യനും ശശിനാരായണനും ചേരുന്നുണ്ട്. ആദ്യം ശരണ്യയിലേക്കാണ്. ശരണ്യ, വലിയ പ്രതിഷേധത്തിനിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോടതിയിൽ എത്തിച്ചത്. ഇപ്പോൾ 3 ദിവസത്തെ കസ്റ്റഡി അനുവദിച്ചിട്ടുണ്ട്. തെളിവെടുപ്പടക്കം നടക്കണം. സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ യുവജന സംഘടനകൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തും. ഇന്ന് കോടതിയിലും കോടതി പരിസരത്തും എന്താണ് സംഭവിച്ചത്? ടോം, കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെ തന്നെ വലിയ പ്രതിഷേധമാണ് രാഹുൽ മാങ്കൂട്ടവുമായി കോടതിയിലേക്ക് എത്തുന്ന ഘട്ടത്തിലും ആശുപത്രിയിൽ അയാളുടെ മെഡിക്കൽ പരിശോധനകൾക്കായി ജയിലിൽ നിന്ന് കൊണ്ടുപോയ ഘട്ടത്തിലും ഉണ്ടായത്. ആദ്യം തിരുവല്ലയിലെ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ച് മെഡിക്കൽ പരിശോധനകൾ പൂർത്തീകരിച്ച ശേഷമാണ് രാഹുലിനെ തിരുവല്ല ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് എത്തിച്ചത്. അവിടെ തുടക്കത്തിൽ ആശുപത്രി പരിസരത്ത് തന്നെ ഡിവൈഎഫ്ഐ, യുവമോർച്ച, ഒപ്പം തന്നെ BJP പ്രവർത്തകർ തടിച്ചുകൂടിയിരുന്നു. ഇവർ വലിയ രീതിയിലുള്ള പ്രതിഷേധം രാഹുലിനെതിരെ ഉയർത്തി എന്നുള്ളതാണ്. ആശുപത്രി പരിസരത്ത് നിന്ന് മെഡിക്കൽ പരിശോധനകൾ പൂർത്തിയാക്കി ഒരുവിധം കോടതി വളപ്പിലേക്ക് എത്തിച്ചപ്പോൾ കോടതി വളപ്പിലും അതിരൂക്ഷമായ രീതിയിലുള്ള പ്രതിഷേധം സംഘടനകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നുള്ളതാണ്. സ്ത്രീകളടക്കമുള്ള യുവമോർച്ച പ്രവർത്തകരാണ് ഇത്തരത്തിൽ, യുവമോർച്ച, BJP, ഒപ്പം തന്നെ ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് ഇത്തരത്തിൽ പ്രതിഷേധവുമായി എത്തിയത്. കോഴി എന്ന് കോഴിയുടെ ചിത്രങ്ങളിലുള്ള പ്ലക്കാർഡുകളടക്കം ഉയർത്തിപ്പിടിച്ചായിരുന്നു രാഹുലിന് നേരെ പ്രതിഷേധം. ഈ ഘട്ടത്തിലൊക്കെ തന്നെ രാഹുൽ ഒരു ചിരിയോടുകൂടിയാണ് ഇതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോയത്. അതേസമയം തന്നെ ഒരു ട്രോഫി അടക്കം കൊണ്ടുവന്ന് ആ ട്രോഫിയിൽ കോഴി എന്ന് രേഖപ്പെടുത്തി അത്തരത്തിൽ ആ ബെസ്റ്റ് കോഴിക്കുള്ള അവാർഡ് രാഹുലിന് കൊടുക്കണമെന്നുള്ള രീതിയിലൊക്കെ യുവമോർച്ച പ്രവർത്തകർ അത്തരത്തിൽ ആക്ഷേപിക്കുന്ന രീതിയിൽ, അത്തരത്തിൽ പരിഹസിക്കുന്ന രീതിയിലുള്ള പ്രതിഷേധം നടക്കുന്നു. അത്ര ശക്തമായ പ്രതിഷേധമായിരുന്നു വിവിധ സംഘടനകളുടെ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. മാത്രമല്ല, ഈ രാഹുലിന്റെ ഈ പ്രതിഷേധവും കാര്യങ്ങളും ഒക്കെ ശക്തമായതോടുകൂടി കോടതി പരിസരത്തും കോടതിക്കകത്തും ആളുകൾ തടിച്ചുകൂടുന്ന ഒരവസ്ഥ ഉണ്ടായി. ആദ്യഘട്ടത്തിൽ രാഹുലിനെ കോടതിക്കകത്ത് എത്തിച്ചു. കേസ് സംബന്ധിച്ച വിശദാംശങ്ങൾ തേടി. എന്തായാലും 15 വരെ കസ്റ്റഡിയിൽ വിട്ടുകൊണ്ട്, അതായത് 7 ദിവസമാണ് SIT രാഹുലിന്റെ കസ്റ്റഡി അപേക്ഷ മുന്നോട്ട് വെച്ചത്. അതായത് 7 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണം എന്നുള്ളതായിരുന്നു അവർ ആവശ്യം ഉന്നയിച്ചത്. എന്നാൽ അത് നൽകിയിട്ടില്ല. മറിച്ച് 3 ദിവസത്തേക്ക് രാഹുലിന്റെ കസ്റ്റഡിയിൽ അന്വേഷണ സംഘം വിട്ടിട്ടുണ്ട്. എന്നാൽ പ്രതിഭാഗം പ്രോസിക്യൂഷന്റെ വാദങ്ങളെ തള്ളിയാണ് അവർ പറഞ്ഞത്. അതായത് പ്രതിഭാഗം പറഞ്ഞ പല കാര്യങ്ങളും, രാഹുലിന്റെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ അവർ ചൂണ്ടിക്കാട്ടി. അറസ്റ്റ് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാതെയാണ് എന്നുള്ളത് അവർ വ്യക്തമാക്കി. ഒപ്പം തന്നെ അവർ പറഞ്ഞത് 2 സാക്ഷികളെങ്കിലും അറസ്റ്റ് രേഖപ്പെടുത്തുന്ന സമയത്ത് വേണം. അത്തരം സാക്ഷികളുടെ പോലും സാന്നിധ്യമില്ലാതെയാണ് രാഹുലിന്റെ അറസ്റ്റ് വളരെ തിടുക്കത്തിൽ രാത്രി പാലക്കാട് പോലീസ് നടപ്പിലാക്കിയത് എന്നുള്ളത് അവർ പ്രധാനമായി മുന്നോട്ട് വെച്ച വാദം
നിർണായകമായിരുന്നു. ഒരു ഘട്ടത്തിൽ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ള മറുചോദ്യങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായെങ്കിൽ പോലും ഏറ്റവും ഒടുവിൽ രാഹുലിനെ 3 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടുകൊണ്ടുള്ള ഉത്തരവ് കോടതി തിരുവല്ല ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ അത്തരത്തിൽ ഉത്തരവ് മജിസ്ട്രേറ്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയായിരുന്നു. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ടതായി ഇപ്പോൾ അന്വേഷണ സംഘം കോടതിയുടെ മുന്നിലേക്ക് വെച്ച വാദങ്ങൾ എന്ന് പറയുന്നത് രാഹുലിനെ ഈ കേസിനകത്ത് നിർണായകമായ തെളിവെടുപ്പ് ആവശ്യമുണ്ട്. പാലക്കാടും തിരുവല്ലയിലും തെളിവെടുപ്പുണ്ട്. ഒപ്പം തന്നെ ഇയാളുടെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകൾ ഇയാൾ ഉപയോഗിച്ചത് ഗാഡ്ജറ്റുകൾ പിടിച്ചെടുക്കേണ്ടതായുണ്ട്. അതിനകത്ത് ഈ സ്ത്രീകളുടെ അടക്കം ഇവരുടെ നഗ്ന ചിത്രങ്ങളടക്കമുള്ള വീഡിയോകളടക്കമുള്ള കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത്തരം കാര്യങ്ങൾ ഒക്കെ പിടിച്ചെടുക്കേണ്ടതുണ്ട്. രാഹുലുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ അലിഗേഷൻസ് ഉന്നയിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ഉണ്ടോ എന്ന് കൂടുതൽ പരിശോധനകൾ ആവശ്യമുണ്ട് എന്നുള്ളതുമൊക്കെയാണ് അന്വേഷണ സംഘം ഇയാളെ ഇപ്പോൾ അത്തരത്തിൽ കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കാത്ത ജാമ്യം നൽകുന്ന ശശിനാരായണൻ കൂടി ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. ശശിനാരായണൻ, AR ക്യാമ്പിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിനെ എത്തിച്ചിട്ടുണ്ട്. വിശദമായി ചോദ്യം ചെയ്യണം. ഇന്നത്തെ നടപടിക്രമങ്ങൾ എന്തൊക്കെയാകും? മാത്രമല്ല ഈ തെളിവെടുപ്പ് എപ്പോഴായിരിക്കും? കാരണം പാലക്കാട്ടെ ഫ്ലാറ്റിലടക്കം എത്തിച്ച് തെളിവെടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം അടൂരിലെ ഫ്ലാറ്റിൽ, പത്തനംതിട്ടയിലെ ഫ്ലാറ്റുകളിലടക്കം, അതായത് ഈ യുവതിയെ പീഡിപ്പിച്ചെന്ന് പറയുന്ന ഫ്ലാറ്റുകളിൽ എത്തിച്ച് തെളിവെടുക്കണം. ഈ ഇന്നത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഈ തെളിവെടുപ്പ് നടപടികൾ പകൽ സമയം നടത്തിയാൽ വലിയ പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ട്. അത് പോലീസിന് നിയന്ത്രിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ഈ തെളിവെടുപ്പും മറ്റ് നടപടികളും എപ്പോഴായിരിക്കുമെന്ന് സൂചനയുണ്ടോ? ടോം, അല്പസമയം മുമ്പാണ് ഈ രാഹുലിനെ പത്തനംതിട്ട AR ക്യാമ്പിൽ ഇപ്പോൾ എത്തിച്ചിട്ടുള്ളത്. എന്തായാലും SIT സംഘവും ഇവിടെയുണ്ട്. എന്തായാലും വിശദമായ ഒരു ചോദ്യം ചെയ്യൽ ഉണ്ടാവും, തെളിവെടുപ്പുണ്ടാകും. ഇക്കാര്യങ്ങൾ 3 ദിവസമാണ് കസ്റ്റഡിയിൽ കിട്ടിയുള്ളത്. 3 ദിവസത്തിനകം തന്നെ കൃത്യമായി തെളിവെടുപ്പ് നടത്തണം. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധം ഈ രാഹുലിനെതിരെ ഉണ്ടാകുന്നുണ്ട്. ഇതെല്ലാം ഒരു വെല്ലുവിളിയാണ്. ഒരുപക്ഷെ ഇന്ന് രാത്രി തന്നെ രാഹുലിനെ ഇവിടെ നിന്നും പാലക്കാട് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. പാലക്കാട് രാത്രിയിൽ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്താനാണ് തീരുമാനമാണെന്നാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും ഒപ്പം തിരുവല്ലയിലാണ് ഈ പീഡനം നടന്നത്. തിരുവല്ല ലോഡ്ജിലും എത്തിച്ച് തെളിവെടുക്കണം. ഒപ്പം ഒരു മൊബൈൽ ഫോൺ കൂടി രാഹുലിന്റെ കയ്യിൽ നിന്നും അന്വേഷണം കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ 3 മൊബൈൽ ഫോൺ രാഹുലിന്റെ കൈവശം നിന്ന് പോലീസിൽ വെച്ചിട്ടുണ്ട്. ഇതിന്റെ എല്ലാം വിശദാംശങ്ങൾ പരിശോധിക്കേണ്ടതായിട്ട് 3 ദിവസത്തിനകം തന്നെ ഇതെല്ലാം പൂർത്തീകരിച്ച് വേണം രാഹുലിനെ തിരികെ 15-ാം തീയതി കോടതിയിൽ വീണ്ടും ഹാജരാക്കാൻ. ഏതായാലും നിലവിലത്തെ സാഹചര്യത്തിൽ താൻ ഈ കേസുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പ്രേരിതമായ കേസെന്ന നിലപാടാണ് പ്രതിഭാഗം ഉന്നയിച്ചത് കോടതിയിൽ. തനിക്കിതിൽ പങ്കില്ല, ഇതിൽ ഗൂഢാലോചനയുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ അന്വേഷണമായി സഹകരിക്കുന്ന വ്യക്തിയാണ്. അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് യാതൊരു മാനദണ്ഡവും പാലിക്കാതെ സാക്ഷികളില്ലാതെ അർദ്ധരാത്രി തന്നെ അറസ്റ്റ് ചെയ്തു എന്നുള്ള വാദങ്ങളെല്ലാം കോടതിയിൽ ഇന്ന് ഉന്നയിച്ചിരുന്നു. പക്ഷെ അതെല്ലാം പൂർണ്ണമായി തള്ളിക്കൊണ്ടാണ് പ്രോസിക്യൂഷൻ നിലവിലത്തെ സാഹചര്യത്തിൽ ഈ രാഹുലിന് കസ്റ്റഡിയിൽ വിട്ടുകൊണ്ട് ഉത്തരവിട്ടത്. എന്തായാലും ആ 3 ദിവസത്തെ കസ്റ്റഡിയിൽ കിട്ടുന്ന ദിവസം പരമാവധി തെളിവുകൾ രാഹുലിനെ കൊണ്ടുപോയി ഈ ക്രൈം നടന്ന സ്ഥലങ്ങളിൽ, ഇത്തരമുള്ള പീഡനം നടന്ന സ്ഥലങ്ങളിൽ കൊണ്ടുപോയി തെളിവെടുക്കുക എന്നുള്ളതാണ് പ്രധാന വെല്ലുവിളി. അത് പൂർത്തീകരിക്കാൻ ഏറെ തടസ്സമുണ്ട്. കാരണം പല സ്ഥലങ്ങളിൽ രാഹുലിനെ പുറത്തിറക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയരുന്നു. ഇന്ന് തിരുവല്ല കോടതിയിൽ വലിയ പ്രതിഷേധങ്ങളാണ് യുവമോർച്ചയുടെയും ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലൊക്കെ ഉണ്ടായത്. ചീമുട്ടയേറ് വരെ ആ കോടതി പരിസരത്തുണ്ടായി. അത്തരത്തിൽ പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിലേക്ക് ഒരു MLA എന്ന നിലയ്ക്ക് രാഹുൽ മാറിയിരിക്കുന്നു. അതുകൊണ്ട് രാഹുലിനെ കൊണ്ട് തെളിവെടുപ്പെടുത്തുക എന്ന് പറയുന്നത് സങ്കീർണമായ ഒരു കാര്യമായി പോലീസിന് അന്വേഷണ സംഘത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ രാത്രിയിൽ ഒരുപക്ഷെ പാലക്കാട്ടിലേക്ക് കൊണ്ടുപോകാനാണ് സാധ്യത. ഇന്ന് പകൽ സമയത്ത് ഇപ്പോൾ ഇവിടെ രാഹുൽ പത്തനംതിട്ട AR ക്യാമ്പിലാണുള്ളത്. ഇവിടുത്തെ ചോദ്യം ചെയ്യലിന് കഴിഞ്ഞ ശേഷം രാത്രിയോടുകൂടി പാലക്കാട് എത്തിച്ച് അവിടുത്തെ തെളിവെടുപ്പ് നടത്താനുള്ളതാണ് തീരുമാനം. അതിനുശേഷമായിരിക്കും തിരുവല്ലയിൽ കൊണ്ടുവന്ന് ഈ പീഡനം നടന്ന ലോഡ്ജിൽ കൊണ്ടെത്തിച്ച് തെളിവെടുപ്പ് നടത്തുക. എന്നാൽ ലോഡ്ജ് എടുത്തതെല്ലാം യുവതിയാണെന്നാണ് രാഹുൽ പറഞ്ഞിട്ടുള്ളത്. ഇത്തരത്തിൽ പല കാര്യങ്ങളിലും തനിക്ക് അഭിപ്രായ വ്യത്യാസം, തന്നെ ഇതിൽ രാഷ്ട്രീയ പ്രേരിതമായി കുരുക്കുന്നു എന്നുള്ള വാദങ്ങളൊക്കെ കോടതിയിൽ ഉന്നയിച്ചെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ പ്രോസിക്യൂഷന്റെ വാദം അംഗീകരിച്ചുകൊണ്ട് കോടതി ഇപ്പോൾ 3 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു. 3 ദിവസത്തിനകത്ത് പരമാവധി തെളിവുകൾ തീർച്ചയായും. ഇതോടൊപ്പം എന്തായിരിക്കും ഇനി SITയുടെ നീക്കങ്ങൾ എന്നുകൂടി അറിയണം. ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വിട്ടുകിട്ടിയിട്ടുണ്ട്. വിശദമായി ചോദ്യം ചെയ്യണം, തെളിവെടുപ്പ് നടത്തണം. അതോടൊപ്പം വിദേശത്തു നിന്നും ഈ 3ാമത്തെ ബലാത്സംഗ കേസിലെ ഇരയെ, പരാതിക്കാരിയെ കേരളത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അവരുടെ രഹസ്യമൊഴി എടുക്കണം. അത്തരം നടപടിക്രമങ്ങൾ എപ്പോഴുണ്ടാകും? ഇനിയുള്ള SITയുടെ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും?
കൈവരണമെങ്കിൽ കൂടി രേഖപ്പെടുത്തേണ്ടത് അനിവാര്യമായ ഒരു സാഹചര്യത്തിലാണ്. ഇനിയും അത് എടുക്കുന്നത് വൈകിയാൽ ആ വലിയ വിമർശനങ്ങൾക്ക് ശരണ്യ സഹജനിലേക്ക്. ശരണ്യ, ഈ SITയുടെ തുടർ നീക്കങ്ങൾ എങ്ങനെയാണെന്ന് അറിയേണ്ടതുണ്ട്. നേരത്തെ ശശിനാരായണൻ സൂചിപ്പിച്ചതുപോലെ വലിയ പ്രതിഷേധം നിലനിൽക്കുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും ഈ പകൽ സമയമുള്ള തെളിവെടുപ്പ് അത്ര എളുപ്പമാകില്ല. മാത്രമല്ല ഇത് യുവമോർച്ചയും DYFI ഒക്കെ ഇത് വലിയ രാഷ്ട്രീയ ആയുധമാക്കുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രത്യേകിച്ചും പാലക്കാട് ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നൊരു മണ്ഡലമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ഈ ലൈംഗികാരോപണ കേസ് ഇങ്ങനെ കത്തിച്ചു നിർത്താൻ തന്നെയായിരിക്കും രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു നീക്കങ്ങളും. അവിടെയാണ് ഈ അന്വേഷണ സംഘത്തിൻ്റെ ഒരു നീക്കങ്ങളേറെ ശ്രദ്ധേയമായിട്ടുള്ളത്. എങ്ങനെയാണ് ഈ തുടർ നീക്കങ്ങളെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ടോമ, ഈ കേസിനകത്ത് പ്രധാനപ്പെട്ടത് ഈ യുവതിയെ നേരിട്ടെത്തി മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. കാരണം കാനഡയിലുള്ള യുവതി സൂം മീറ്റിംഗ് വഴിയാണ് അത്തരത്തിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴി നൽകിയിട്ടുള്ളത്. പക്ഷേ ഇന്ന് യുവതി ഇവിടെ എത്തി യുവതിയുടെ മൊഴി രേഖപ്പെടുത്തി അന്വേഷണ സംഘം എത്രയും വേഗം രേഖപ്പെടുത്തുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. മാത്രമല്ല മറ്റ് കേസുകളിൽ നിന്ന് വ്യത്യസ്തമായി മെഡിക്കൽ ഫീൽഡിൽ കൂടിയുള്ള യുവതി ഇത് സംബന്ധിച്ചിട്ടുള്ള, അതായത് ഈ രാഹുലുമായുള്ള ബന്ധത്തെ സംബന്ധിച്ചും പിന്നീട് ഉള്ള സംഭവവികാസങ്ങൾ, തൻ്റെ ജീവിതത്തിലുണ്ടായ സംഭവവികാസങ്ങളെ സംബന്ധിച്ചും ഒക്കെയുള്ള മറ്റ് രേഖകളും അവർ സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ രാഹുലിനെ കഴിഞ്ഞ ദിവസം മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയ ഘട്ടത്തിൽ അയാളുടെ രക്തസാമ്പിളുകൾ അടക്കം ശേഖരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ പഴുതടച്ച രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു നീക്കമാണ് SITയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. കാരണം ഈ രാഹുലിനെ അറസ്റ്റ് ചെയ്തത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ള രീതിയിലാണ് ഇന്ന് കോടതിയിലടക്കം പ്രതിഭാഗം വാദം ഉന്നയിച്ചത്. രാഹുൽ പറയുന്നതും ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ബന്ധമായിരുന്നു. അതുമാത്രമല്ല ഈ പറയുന്നതെല്ലാം ഒരു കുക്ഡ് അപ്പ് സ്റ്റോറിയാണ്, അതായത് അത് ഒരു ക്രിയേറ്റ് ചെയ്തൊരു സ്റ്റോറിയാണ് എന്നുള്ളതാണ് അവർ കോടതിയിൽ ഉന്നയിച്ച പ്രധാന വാദം. മാത്രമല്ല സർക്കാർ ഇതിനെ ഉപയോഗിക്കുന്നു, തന്നെ ഒരു പ്രദർശന വസ്തുവിനെ പോലെ കൊണ്ടു നടന്ന് പ്രദർശിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ള രീതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതിഭാഗം ഈ കാര്യങ്ങൾ കോടതിയിൽ രാഹുലിന്റെ വാദം ഇതാണ്, ഇതിന് രാഷ്ട്രീയ പ്രേരിതമാണ്. മാത്രമല്ല കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘത്തിന് നേരെ പോലും വെല്ലുവിളി മുഴക്കിയിരുന്നു. താൻ ഈ കേസിൽ തിരിച്ചു വരും, പാലക്കാട് സ്വതന്ത്രനായി മത്സരിക്കും, വിജയിക്കുമെന്ന വലിയ ആത്മവിശ്വാസത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും. ഡാൻ കുര്യനിലേക്ക്. ഡാൻ, ഇവിടെ കൃത്യമായ തെളിവുകൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്, പരാതികൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റും നടപടികളും ഉണ്ടായത്. അവിടെ രാഷ്ട്രീയ പ്രേരിതമല്ല. കാരണം അത്ര അധികം രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ യുവതികളെ ലൈംഗികമായി ചൂഷണം ചെയ്തതിൻ്റെ കൃത്യമായ വിവരങ്ങൾ, ഡിജിറ്റൽ തെളിവുകളുണ്ട്. പക്ഷെ അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആത്മവിശ്വാസം ഈ യുവതികൾക്കെതിരെയും തൻ്റെ കൈവശം ചില തെളിവുകളുണ്ട് എന്നാണ്. പക്ഷെ അത് കോടതിയിലേക്ക് വരുമ്പോൾ ഇയാൾ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എങ്ങനെയായിരിക്കും ഇനി അടുത്ത നടപടികളെന്നറിയണം. മാത്രമല്ല ഈ അതിജീവിതയുടെ മൂന്നാമത്തെ പരാതിക്കാരിയുടെ രഹസ്യമൊഴിയെടുക്കുന്ന നടപടികൾ എപ്പോഴായിരിക്കും ഉണ്ടാവുക? ഈ പരാതിയിൽ നിയമസാധുത കൈവരണമെങ്കിൽ അവിടെ കൃത്യമായി രഹസ്യമൊഴി രേഖപ്പെടുത്തേണ്ടത് ഒരു അനിവാര്യതയായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് വൈകാതെ തന്നെ ഈ രഹസ്യമൊഴി രേഖപ്പെടുത്തുക എന്നൊരു നീക്കത്തിലേക്ക് SIT കടന്നത്. അതായത് ഇന്ന് തിരുവല്ല ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കേസ് പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ കഴിയുമോ എന്നാണ് അവർ ആദ്യം നോക്കിയത്. പക്ഷേ അത് സംബന്ധിച്ച ഏത് തരത്തിലാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്ന് മജിസ്ട്രേറ്റിന്റെയും അതോടൊപ്പം ഈ യുവതിയുടെയും കൂടി സൗകര്യം നോക്കിയിട്ടാണ് അതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ SIT ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്നോ അതല്ലെങ്കിൽ ഏറ്റവും അടുത്ത ദിവസമോ ഈ രഹസ്യമൊഴി രേഖപ്പെടുത്താനുള്ള കഴിയുമെന്ന പ്രതീക്ഷയിലാണ് SIT. അങ്ങനെ രഹസ്യമൊഴി കൂടി രേഖപ്പെടുത്തുന്നതോടെ ഈ പരാതിക്ക് നിയമസാധുത കൈവരും. അതായത് രാഹുലിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെ ഈ രഹസ്യമൊഴി രേഖപ്പെടുത്തണം എന്ന ഒരു തീരുമാനത്തിലായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം ഉണ്ടായിരുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ തെളിവുകൾ കോടതിക്ക് മുമ്പിൽ ഹാജരാക്കാൻ കഴിഞ്ഞു എന്നൊരു ആത്മവിശ്വാസത്തിലാണ് പ്രോസിക്യൂഷൻ. അതേസമയം
ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ഒരു ബന്ധത്തെ പിന്നീട് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ തനിക്കെതിരെ ഗൂഢാലോചനയായി പിന്നീട് അത് രാഷ്ട്രീയമായി പകപോക്കാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായി ഉപയോഗിക്കുകയാണ് എന്നൊരു വാദമുഖങ്ങളാണ് പ്രതിഭാഗം രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്നത് എന്നാണ് വിവരം. അങ്ങനെ വരുമ്പോൾ ഇത് രാഷ്ട്രീയ പകപോക്കലാണ് എന്ന പ്രതിഭാഗത്തിന്റെ വാദമുഖങ്ങളെ ഖണ്ഡിക്കുന്ന തെളിവുകൾ നിരത്തുക എന്നതാണ് പ്രോസിക്യൂഷന് മുമ്പിലെ വെല്ലുവിളി. അതിൽ ആദ്യഘട്ടത്തിൽ അവർ വിജയിച്ചിരിക്കുന്നുവെന്ന് വേണം പറയാൻ. കാരണം ഈ ഡിജിറ്റൽ തെളിവുകൾ അടക്കം, അതായത് നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് പാർട്ടിയിലില്ല. രാഹുലിനെ പാർട്ടി പൂർണ്ണമായി തള്ളിക്കളഞ്ഞിരിക്കുന്നു. MLA സ്ഥാനത്തൊന്നു വരെ പോകാൻ സാധ്യതയാണ്. ആ സ്ഥാനം തന്നെ നഷ്ടമായേക്കുമെന്നുള്ള സംശയങ്ങൾ ഒരു വശത്ത് നിലനിൽക്കുന്നു. അതിനിടയിലാണ് ഈ ഗുരുതരമായ ആരോപണങ്ങളുമായി അതാണ് കോൺഗ്രസ് ഇപ്പോഴും പ്രതിരോധിക്കുന്നത്. കാരണം തങ്ങളുടെ ഭാഗമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ, അയാള് രാജിവെക്കണോ വേണ്ടോ എന്നുള്ള കാര്യത്തിലൊന്നും കോൺഗ്രസ് ഞങ്ങൾ തീരുമാനം പറയുന്നില്ല, ഞങ്ങൾ അത് പുറത്താക്കിയ വ്യക്തിയാണെന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് പ്രതിരോധം തീർക്കുന്നുണ്ട്. പക്ഷേ അതിനിടെ CPM-നെ പ്രതിരോധത്തിലാക്കിയ ഒരു ലൈംഗിക അതിക്രമ പരാതി കൂടി പുറത്തു വരുന്നു. വീട്ടമ്മയുടെ ലൈംഗിക അതിക്രമ പരാതി അത് കാസർഗോഡ് കുമ്പളയിൽ നിന്നാണ് വരുന്നത്. CPM കുമ്പള മുൻ ഏരിയ സെക്രട്ടറി സുധാകരനെതിരെ നൽകിയ പരാതിയിൽ പോലീസ് ബലാത്സംഗത്തിന് കേസെടുത്തു. പീഡനം സംബന്ധിച്ച് വീട്ടമ്മ ജില്ലാ പോലീസ് മേധാവിക്കും DGP-ക്കും പരാതി നൽകിയിരുന്നു. ആരോപണത്തെ തുടർന്ന് സുധാകരനെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിനിടെയാണ് സുധാകരനെതിരെ പോലീസ് കേസെടുത്തത്. പാർട്ടി പ്രവർത്തകയും ഭർത്തൃമതിയുമായ 45-കാരിയാണ് ലൈംഗിക അതിക്രമ പരാതിയുമായി രംഗത്തെത്തിയത്. പീഡന ദൃശ്യങ്ങളടക്കം നൽകിയാണ് പോലീസിൽ പരാതി സമർപ്പിച്ചത്. വിവരങ്ങളുമായി KV ബൈജു കാസർഗോഡ് നിന്ന് ചേരുന്നുണ്ട്. ബൈജു, ഒരു വശത്ത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ കേസ് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയതിന് തൊട്ട് പിന്നാലെയാണ് CPM നേതാവിനെതിരെ ഒരു പരാതി വരുന്നത്. പോലീസ് കേസെടുക്കാൻ അല്പം വൈകി. CPM ഇവിടെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി എന്തായിരിക്കും നടപടികൾ? ഇയാളെ എവിടെ ഉണ്ടെന്ന് സൂചനയുണ്ടോ? അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകുമോ ഉടൻ? തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിൽ കേസ് സജീവ ചർച്ചയായി നിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ CPM-നെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കി. സൂചിപ്പിച്ചതുപോലെ തന്നെ ലോക്കൽ സെക്രട്ടറി, അതോടൊപ്പം എൺമകജെ പഞ്ചായത്ത് അംഗം, കൂടാതെ ഒരു അധ്യാപകൻ, ഇച്ചിറമ്പാടി സ്കൂളിലെ ഒരു അധ്യാപകൻ, ഇങ്ങനെയുള്ള ഒരാളാണ് ഇത്തരത്തിൽ ഒരു വീട്ടമ്മയെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന കേസിൽ ഇപ്പോൾ ഇയാൾക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അതായത് ബലാത്സംഗ കുറ്റത്തിലാണ് കാസർഗോഡ് വനിതാ പോലീസ് ഇപ്പോൾ ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഏതായാലും ഈ സംഭവം പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ CPM ഇയാളെ പുറത്താക്കിയിരുന്നു. നമ്മളത് രാഹുൽ മാങ്കൂട്ടത്തിൽ കേസ് പരിശോധിച്ചാലും കാണാം. ഇത്തരം ആരോപണങ്ങൾ വന്നതിന് ശേഷം അവരെ പുറത്താക്കി പാർട്ടി കൈയഴുകുന്ന അതേ രീതിയാണ് ഇവിടെയും. പാർട്ടിയിൽ ഇപ്പോൾ യാതൊരു ബന്ധവുമില്ല, ഇയാളെ ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നു എന്നാണ് CPM പറയുന്നത്. പക്ഷെ അപ്പോഴും വളരെ കാലം സജീവമായി CPM-ന് വേണ്ടി പ്രവർത്തിച്ച ഒരാൾ, CPM-ന്റെ വലിയ സ്ഥാനങ്ങളിലൊക്കെ പ്രവർത്തിച്ച ഒരാൾ, നമുക്കറിയാം കാസർഗോഡായാലും മഞ്ചേശ്വരം ആയാലും മേഖലകളിലൊക്കെ സജീവ പ്രവർത്തിച്ച ഒരാളാണ് ഇത്തരത്തിൽ ഒരു വീട്ടമ്മയെ ലൈംഗികമായി പീഡിപ്പിച്ച എന്നൊരു പരാതി വരുന്നത്. ആ പരാതി വരുന്നതിന് തൊട്ടു പിന്നാലെ തന്നെ DGP-ക്കും അതുപോലെ തന്നെ ജില്ലാ പോലീസ് മേധാവിക്കും ഉൾപ്പെടെ ടോം പറഞ്ഞതുപോലെ തന്നെ ദൃശ്യങ്ങൾ സഹിതം, ആ ദൃശ്യങ്ങളൊന്നും പുറത്തു കാണിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ദൃശ്യങ്ങൾ, അത്തരം ദൃശ്യങ്ങളൊക്കെ സഹിതം ആണ് ഈ വീട്ടമ്മ സഹികെട്ട് ഇങ്ങനൊരു പരാതിയുമായി രംഗത്ത് വരുന്നത്. ഈ പരാതിയുമായി രംഗത്ത് വന്നതോടുകൂടി ഇപ്പോൾ 3 ദിവസം കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ പോലീസ് ഇപ്പോൾ ഇതിൽ ബലാത്സംഗ കുറ്റം ചുമത്തി കേസെടുത്തിരിക്കുന്നത്. ഇയാളിപ്പോൾ ഒളിവിലാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാഷ്ട്രീയമായി മാത്രമല്ല സാമൂഹികമായ ഇടപെടൽ നടത്തുന്ന ഒരാൾ, അത്തരത്തിലുള്ള ആളാണ് ഇപ്പോൾ ഈ ഒരു കേസിൽ പ്രതിയായിരിക്കുന്നത്. ഇയാളെ പിടികൂടാനായി പോലീസ് ഇപ്പോൾ ഇയാളെ കണ്ടെത്താനായി ഊർജിതമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കർണാടകയിലേക്ക് ഇയാൾ കടന്നതായി സൂചനകളൊക്കെ ഉണ്ട്. ഈ പരാതി ഉയർന്നു അപ്പോൾ തന്നെ ഇയാൾ കർണാടകയിലേക്ക് രക്ഷപ്പെട്ടു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും പോലീസ് ഇയാളെ ഉടൻ പിടികൂടുമെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇയാൾ ലൈംഗികമായി പീഡിപ്പിച്ചു, അതോടൊപ്പം ഈ ഭീഷണിപ്പെടുത്തി നഗ്ന ചിത്രങ്ങൾ എടുത്തു എന്നൊക്കെയുള്ള പരാതിയാണ്. അത് കൃത്യമായ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെയാണ് ഈ വീട്ടമ്മ പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ബലാത്സംഗത്തിന് ഇയാൾക്കെതിരെ കേസെടുക്കുന്നത്. പാർട്ടി ലോക്കൽ സെക്രട്ടറിയാണ്, കുമ്പള ലോക്കൽ സെക്രട്ടറിയാണ്. അതോടൊപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എൺമകജെ പഞ്ചായത്ത് അംഗം ആണ് ഇപ്പോൾ നിലവിൽ ഇയാൾ. അതോടൊപ്പമാണ് ഇച്ചിലങ്കോട് സ്കൂളിലെ അധ്യാപകനായി പ്രവർത്തിക്കുന്നു എന്നത്. ഏതായാലും
വളരെ ഗൗരവമായി തന്നെ ഇപ്പോൾ ഈ കേസ് എടുത്തിട്ടുണ്ട്. DGP നേരിട്ട് നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇയാൾക്കെതിരെ ഈ കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. 3 ദിവസമായി ഈ പരാതി വന്നതിന് തൊട്ടു പിന്നാലെ ഈ വലിയ തോതിലുള്ള CPM-ൽ നിന്ന് തന്നെ ഒരു വിഭാഗം വലിയ തോതിലുള്ള എതിർപ്പുമായി രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിൽ നടപടി സ്വീകരിക്കാത്തതിൽ അങ്ങനെയാണ് പാർട്ടി നിർബന്ധിക്കപ്പെട്ടത് ഇയാളെ പാർട്ടിയിൽ നിന്നും എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും പുറത്താക്കാനും ഉള്ള ഒരു നടപടിയിലേക്ക് പാർട്ടി കടന്നത്. മാത്രമല്ല ഇത് തെളിവുകൾ ഉൾപ്പെടെ ഉണ്ട്. അത് ഭാവിയിൽ വലിയ പ്രതിരോധത്തിലാകും. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ കേസ് സജീവമായി ചർച്ച ചെയ്യുന്നു. അതിൽ വലിയ തോതിൽ ആരോപണങ്ങളും മറ്റുമായി CPM രംഗത്ത് വരുന്ന സാഹചര്യം. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ തങ്ങളുടെ പാർട്ടിയിൽ തന്നെ സമാനമായ രീതിയിലുള്ള കുറ്റകൃത്യം ഈ സ്ത്രീകൾക്ക് നേരെ അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് നേരെ ഉണ്ടായ ഒരു സംഭവം അത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഗൗരവത്തിൽ കണ്ടു, നടപടിയെടുത്തു. പക്ഷേ ഇപ്പോഴും ഇയാൾ ഒളിവിലാണ്. ഇയാളെ കണ്ടെത്തേണ്ടതുണ്ട്. കൂടുതൽ തെളിവുകൾ പോലീസിന് ശേഖരിക്കേണ്ടതുണ്ട്. അത്തരം നടപടികളിലേക്ക് പോലീസ് ഇപ്പോൾ കടക്കുന്നുണ്ട്. ഇയാളെ ഉടൻ പിടികൂടാൻ കഴിയുമെന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ടോം. വ്യക്തമാണ്. KB ബൈജു ആണ് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിയത്. CPM മുൻ ഏരിയ സെക്രട്ടറിക്കെതിരെയാണ് ലൈംഗിക പീഡന പരാതിയിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇയാൾ ഒളിവിലെന്നാണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ. തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്ര പരിസരത്ത് നടക്കുന്ന കേരളത്തിന്റെ കുംഭമേളയായ മഹാമാഘ മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ സർക്കാർ തടഞ്ഞു. ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലെത്തി നിൽക്കെ കാരണങ്ങളൊന്നും അറിയിക്കാതെയാണ് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി തടഞ്ഞത്. 2026 അതായത് ഈ മാസം 18 മുതൽ ജനുവരി 18 മുതൽ ഫെബ്രുവരി 3 വരെയാണ് കുംഭമേള നിശ്ചയിച്ചിരിക്കുന്നത്. CV അനുമോദ് ചേരുന്ന വിവരങ്ങളുമായി. അനുമോദ്, യാതൊരു മുന്നറിയിപ്പുമില്ലാതെ റവന്യൂ ഉദ്യോഗസ്ഥരെത്തി ഈ കുംഭമേള മഹാമാഘ മഹോത്സവത്തിന് ഒരുക്കങ്ങൾ തടഞ്ഞു. എന്താണ് അതിൻ്റെ കാരണം? എന്താണ് അവർ പറയുന്ന കാരണം? ടോം, തിരുനാവായ നാവമുകുന്ദ ക്ഷേത്രത്തോട് ചേർന്നുള്ള നിളയുടെ മണൽപ്പരപ്പിലാണ് അവിടെയാണ് ഈ ഒരു കുംഭമേളയുടെ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ നിശ്ചയിച്ചിരുന്നത്. അതിനുവേണ്ടി അവിടെ ആ നിലം ഒരുക്കുക, മണൽക്കാട് നീക്കുകയും അതേപോലെ അവിടേക്ക് താൽക്കാലിക പാലം നിർമ്മിക്കുകയും തുടങ്ങിയ നടപടികളൊക്കെ അവിടെ പുരോഗമിച്ചിരുന്നു. ഇത് ഈ പുഴയിലേക്ക് താൽക്കാലിക പാലം കെട്ടുന്നതും പുഴയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതും അനുവാദം കൂടാതെയാണ് എന്നാണ് ഇപ്പോൾ ഇത് തടഞ്ഞുകൊണ്ടുള്ള വില്ലേജ് ഓഫീസറുടെ സ്റ്റോപ്പ് മെമ്മോയിൽ പറയുന്നത്. അതായത് ഈ മാഘമഹ ഒരുക്കങ്ങൾ അതിനുവേണ്ടി പുഴയിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഈ വില്ലേജ് ഓഫീസറുടെ അനുവാദമില്ലാതെയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇത് തടയുന്നു എന്നാണ് വില്ലേജ് ഓഫീസറിൽ നിന്ന് ലഭിച്ച നിർദ്ദേശമെന്നാണ് ഈ സംഘാടകർ പറയുന്നത്. നമുക്കറിയാം, കേരളത്തിലെ ഏറ്റവും വലിയ ഒരു നദീ ഉത്സവമായിട്ട് ഈ കുംഭമേളയെ, മാഘമഹ ഉത്സവത്തെ മാറ്റാനായിരുന്നുള്ള സംഘാടകരുടെ ആലോചന. അതിനുവേണ്ടി തിരുനാവായ നാവമുകുന്ദ ക്ഷേത്രത്തിൽ യോഗം ചേർന്നിരുന്നു. വിവിധ വകുപ്പിലെ ഉദ്യോഗസ്ഥർ ഇതിൽ പങ്കെടുത്തിരുന്നു. ലക്ഷക്കണക്കിന് വിശ്വാസികളും അതുപോലെ സന്യാസ സമൂഹത്തിലുള്ളവരും സാധാരണക്കാരൊക്കെ ഇതിൽ പങ്കെടുക്കുന്ന തരത്തിൽ ജനുവരി 18 മുതൽ ഫെബ്രുവരി 3 വരെ നീണ്ടു നിൽക്കുന്ന വലിയ ഒരു ആഘോഷമായി ഇതിനെ നടത്തുവാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. അതിന് വേണ്ട മുന്നൊരുക്കങ്ങൾ നമുക്കറിയാം. തിരുനാവായ ഈ ഒരു ക്ഷേത്രത്തോടനുബന്ധിച്ച് പുഴയുടെ തീരത്ത് മാത്രമാണ് ഈ ഇത്രയും ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഈ ഒരു സംഗമം നടത്താൻ കഴിയുന്ന ഒരേ ഒരു സാഹചര്യമുള്ള സ്ഥലം. അതിനുവേണ്ട ഒരുക്കങ്ങൾ അവിടെ പുരോഗമിക്കുമ്പോഴാണ് ഇത് അനുവാദം കൂടാതെയാണ് ഈ പ്രവൃത്തികൾ നടക്കുന്നത് എന്ന് കാണിച്ച് വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ നൽകി ഇത് നിർത്തിവച്ചിരിക്കുന്നത്. ഇതിനെതിരെ വലിയ പ്രതിഷേധം ഉയരാനുള്ളൊരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ആദ്യഘട്ടത്തിലെ യോഗത്തിൽ അധികൃതരെയൊക്കെ അറിയിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നതെന്ന് സംഘാടകർ വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെ തിരുവനന്തപുരത്ത് ഗവർണറെ വരെ ഈ ഒരു പരിപാടിക്ക് വേണ്ടി അവർ ക്ഷണിക്കുകയും ചെയ്തിരുന്നു. ഭാരതത്തിൻ്റെ വിവിധ മേഖലയിൽ നിന്ന് സന്യാസി വലിയ സമൂഹങ്ങളൊക്കെ ഇതിൽ പങ്കെടുക്കാനുള്ള ഒരു ഒരുക്കത്തിലാണ് പലരും. അതിനുള്ള നടപടിക്രമങ്ങളൊക്കെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു നീക്കം നടന്നിരിക്കുന്നു എന്നാണ് സംഘാടകർ പറയുന്നത്. വലിയ പ്രതിഷേധം ഇതിനെതിരെ ഉയരുന്നുണ്ട്. ഇത് വൈകുന്നേരം 4 മണിക്ക് തൃശ്ശൂരിൽ വെച്ച് സംഘാടകർ ഇക്കാര്യങ്ങളിൽ മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വ്യക്തത വരുത്തുമെന്നുമാണ് അറിയുന്നത്. എന്നാണെങ്കിലും ഇത് വലിയ തോതിൽ തന്നെ പ്രതിഷേധം ഉയരാനിടയുള്ള ഒരു സാഹചര്യമായിട്ട് തന്നെ വേണം കാണുവാൻ. ടോം. വ്യക്തമാണ്. CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവിന് പോകുന്നത്. ശബരിമല ദ്വാരപാലക പാളി കേസിലും തന്ത്രി കണ്ഠര് രാജീവരെ അറസ്റ്റ് ചെയ്യാൻ അനുമതി. കൊല്ലം വിജിലൻസ് കോടതിയാണ് SITക്ക് അനുമതി നൽകിയത്. അതേസമയം സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിനെ വീണ്ടും റിമാൻഡ് ചെയ്തു. 14 ദിവസത്തേക്കാണ് റിമാൻഡ്. വിവരങ്ങളുമായി S വിനീഷ് ചേരുന്നു. വിനീഷ്, എന്താണ് വിവരങ്ങൾ?
ടോം വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് ഈ കേസ് കടന്നു പോകുന്നത്. ഈ തന്ത്രിക്ക് ഇന്ന് കോടതിയിൽ നിന്നും വലിയൊരു തിരിച്ചടി നേരിടേണ്ടി വന്നിട്ടുണ്ട്. കാരണം ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നു കൊല്ലം വിജിലൻസ് കോടതിയിൽ. ഇന്ന് 13-ന് ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കെയാണ് 19-ാം തീയതിയിലേക്ക് കോടതി ജാമ്യാപേക്ഷ പരിഗണിക്കാൻ വേണ്ടി മാറ്റിയത്. തുടർന്ന് തന്നെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ കട്ടളപ്പാളി കേസിലാണ് നിലവിൽ ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്നത്. ദ്വാരപാലക കേസിലും ഈ അറസ്റ്റ് ചെയ്യാനും തുടർന്നുള്ള നടപടിക്രമങ്ങളിലേക്ക് ചോദ്യം ചെയ്യാനുമൊക്കെ കോടതിയിൽ നിന്നും SITക്ക് അനുമതി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. തുടർന്ന് അത്തരത്തിലുള്ള നീക്കത്തിലേക്കാണ് SIT കടക്കുന്നത്. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ CPM നേതാവും അതുപോലെ തന്നെ മുൻ ദേവസ്വം പ്രസിഡന്റുമൊക്കെ ആയിരുന്ന A. പത്മകുമാറിൻ്റെ റിമാൻഡ് കാലാവധി ഇന്ന് കഴിഞ്ഞിരുന്നു. കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കുകയും 14 ദിവസത്തേക്ക് റിമാൻഡ് കാലാവധി നീട്ടുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത 19-ാം തീയതി ഈ രാജീവ് തന്ത്രിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനോടൊപ്പം തന്നെ കസ്റ്റഡി അപേക്ഷയും സമർപ്പിക്കാനുള്ള നീക്കത്തിലേക്കാണ് SIT കടക്കുന്നത് കേട്ടോ. വ്യക്തമാണ്. ബിനീഷാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല ദ്വാരപാലക പാളിക്കേസിലും തന്ത്രി കണ്ഠരര് രാജീവിനെ അറസ്റ്റ് ചെയ്യാൻ കൊല്ലം വിജിലൻസ് കോടതി അനുമതി നൽകിയിരിക്കുന്നു. അതിനിടെ A. പത്മകുമാറിനെ വീണ്ടും കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാവുന്ന അവസ്ഥ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.